ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാത് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അഭി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭത്തെ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരി ഓം ഹരി. എല്ലാവരും കൂടി നമുക്ക് പതിവ് പോലെ ഓംകാരം ജപിക്കുക. കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് നിവർന്നിരുന്ന് മനസ്സും വായും തുറന്ന് ഓ ഹരി ഓം തത്സത്. ജയ ഗുരു. അഷ്ടാവക്ര സംഹിതയിലെ ആദ്യത്തെ ശ്ലോകം മുതൽക്ക് ചൊല്ലാം. ഇത് ചൊല്ലി വരുമ്പോൾ ഇതും അതിൽ പെടും. അപ്പൊ ആദ്യം ചൊല്ലണ്ടല്ലോ. തുടങ്ങുക നമുക്ക്. കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ മുക്തിമിച്ഛസി ചേത്താതാ വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാദോഷ സത്യം പീയൂഷവദ്ഭജ ന പൃഥ്വീ ന ജലം നാഗ്നിഃ ന വായുർദ്യൗർന വാ ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ യദി ദേഹം പൃഥക്കൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി ന ത്വം വിപ്രാദികോ വർണ്ണോ നാശ്രമീ നാക്ഷഗോചരഃ അസംഗോസി നിരാകാരോ വിശ്വസാക്ഷി സുഖീ ഭവ. കഴിഞ്ഞ 6-7 ദിവസമായി അഷ്ടാവക്ര സംഹിതയെ അധിഷ്ഠാനമായി വെച്ചുകൊണ്ട് നാം തത്വപ്രവചനം നടത്തുകയാണ്.
ഈ തത്വപ്രവചനം മുഴുവനും ചുറ്റിത്തിരിയുന്നത് ഒരേ ഒരു പ്രത്യയത്തിലും സങ്കല്പത്തിലുമാണ്. അതാണ് ആത്മ. ആ ആത്മ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമായി ഞാൻ പലതവണയും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരോടും പറയണം. ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. ഒരാളും ഭഗവാനെ കണ്ടവരില്ല എന്നാണ് വെപ്പ്. എന്ന് തുടങ്ങിയതാ ഭഗവത് ഭജനം. ദശാബ്ദങ്ങൾ പിന്നിട്ടതിന് ശേഷം ഭഗവാൻ നമ്മുടെ അടുക്കിലേക്ക് വന്നോ, ഭഗവാനോടുള്ള ദൂരം കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ കുറഞ്ഞു എന്ന് പറയുന്നവർ ഒരൊറ്റ ആളില്ല. ഗുരുവായൂരിൽ പോയി പലരും ഞങ്ങളുടെ ആശ്രമത്തിൽ വരും. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഗുരുവായൂരപ്പനെ അവിടെ വിട്ടിട്ട് വന്നോ കൊണ്ടുവന്നോ? ഒരാളും എന്നോട് പറയാറില്ല ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഒരു തരത്തിൽ ഭക്തി നിഷ്ഫലമായി തീരണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഭഗവാനോട് നാം കൂടുതൽ അടുക്കണം, ഭഗവാൻ നമ്മളോട് അടുക്കണം. അവസാനം ആ അടുപ്പം പൂർണ്ണമായി രണ്ടും ഒന്നായി തീരുമ്പോഴേ എപ്പോഴും ഒരാളെയോ ഒരു സാധനത്തെയോ അന്വേഷിച്ചു പോകുന്ന അന്വേഷണത്തിന് പ്രസക്തിയോ അർത്ഥമോ ഉള്ളൂ. അപ്പൊ ആത്മാ എന്നൊരൊറ്റ വാക്ക്, ഒരു സങ്കല്പം, ഒരു പ്രത്യയം, അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഈ തത്വപ്രവചനം മുഴുവൻ നടക്കുന്നത്. ആ ആത്മ അഹം പ്രത്യയഗോചരമാണ്. ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതാണെങ്കിൽ വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. നമുക്ക് എന്ത്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഉൾപ്പൊരുളാണ്, ഉൾ സാന്നിധ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. ആ ഉൾ സാന്നിധ്യത്തെ നാം വിവരിച്ച് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ ലോകം മുഴുവനും അതിന് കാണാനുള്ളതാണ്, കാണപ്പെടുന്നതാണ്. കാണുന്നതായി ഈ ലോകത്തിൽ ഒരു വസ്തു നമുക്ക് പുറത്തില്ല. നിങ്ങൾ എന്തിനു വേണമെങ്കിൽ കണ്ടോളൂ. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വന്ന് ആ ഭഗവാനോട് നിങ്ങൾ സംവദിക്കുന്ന പക്ഷത്തിലും ഭഗവാൻ എപ്പോഴും ദൃശ്യമായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഭാഷയിൽ പറയുമ്പോൾ വിഷയം, ഓബ്ജക്റ്റ്. ആ ഭഗവാനെ കാണുന്ന നമ്മളാണ് സബ്ജക്റ്റ്. ഭഗവാൻ വന്നു പോയി, ഞാനാണെങ്കിൽ വരണുമില്ല പോകുന്നുമില്ല, എപ്പോഴും നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. ഭഗവത്ഗീതയിൽ പറയുന്നു നത്വേവാഹം ജാതുനാസം എന്ന്. ഞാൻ ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല അർജുന, ഒരു കാലത്തും ഇല്ലാതെ ആവൂല്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഈ സത്യം, നിന്നെയും ഭീഷ്മദ്രോണാദികളെയും ലോകത്തിലുള്ള എല്ലാവരെയും സംബന്ധിച്ചും ഇതാണ് സത്യം. നാം ഇപ്പുണ്ടല്ലോ, അതുപോലെ ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാകുകയും ചെയ്യും. ഈ തത്വം തന്നെയാണ് എല്ലാ സ്ഥലത്തും നാം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഞാനുണ്ടോ? ഉണ്ട്. ആ ഞാൻ എന്നതിന്റെ പര്യായ ശബ്ദമാണ് ഭഗവാൻ, പര്യായ ശബ്ദമാണ് പരബ്രഹ്മം, പര്യായ ശബ്ദമാണ് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വരരുത്. നമ്മുടെ കേരള അസംബ്ലി വരെ ഈശ്വര വിശ്വാസത്തിനെ സംബന്ധിച്ച് ഒരു നിയമം പാസ്സാക്കിയവര്. ഞാൻ വളരെ അനുശോചിക്കുകയാണ്. ഈശ്വര വിശ്വാസത്തെപ്പറ്റി എന്തെങ്കിലും തീരുമാനിക്കാൻ പുറപ്പെടുമ്പോൾ ആ ഈശ്വരനെ പ്രതിപാദിക്കുന്നതും ഈശ്വര വിശ്വാസം ചർച്ച ചെയ്യുന്നതുമായ ശാസ്ത്രങ്ങളുടെ ഉള്ളിൽ നുഴഞ്ഞിറങ്ങി അത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണം. നമ്മുടെ അസംബ്ലിയിലല്ല, ലോകത്തിൽ ഒരു സ്ഥലത്തും ഈശ്വരനെ വിശ്വസിക്കാത്തവരില്ല. ഈശ്വരൻ എന്നുള്ളത് മനുഷ്യമുഖത്തിൽ നിന്ന് നിർഗളിച്ച വാക്കാണ്. അതിന് അർത്ഥം പറയേണ്ടവൻ മനുഷ്യനാണ്. ആ ശാസ്ത്രങ്ങളൊക്കെ വെളിപ്പെടുത്തി പറയുന്നു, നമ്മുടെ പരമാത്മാവിനെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്, ആ പരബ്രഹ്മത്തെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഈ പരമാത്മാ എന്ന് പറയുന്നതും വാസ്തവത്തിൽ വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ഭക്തിശാസ്ത്രം തുടങ്ങുന്നത് തന്നെ. തന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം, അത് ഈശ്വര വിശ്വാസത്തേക്കാൾ ഒരു പടി മേലെയാണ്. ഈശ്വരനെ വിശ്വസിക്കുന്നവർ പലരും കള്ളം പറയാറുണ്ട്, പൊളി പറയാറുണ്ട്, വഞ്ചനയുള്ളവരുണ്ട്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ മാത്രം വിശ്വസിച്ച് നടക്കുമ്പോൾ ഉത്തരവാദിത്വം കൂടുതലാണ്, നിയന്ത്രണം കൂടുതലാണ്, നിഷ്ഠ കൂടുതലാണ്, തപസ് കൂടുതലാണ്. അവനവനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് നാം പാത്രമാവണം. നമ്മെ രക്ഷിക്കാൻ നാം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകേണ്ടി വരും. ആ ആത്മാ എന്ന് പറയുന്നത് വിഷയസ്ഥാനത്ത്, സബ്ജക്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നു. അതല്ലാത്ത മറ്റു സാധനങ്ങളെല്ലാം നാം കാണുന്നതും കേൾക്കുന്നതും വ്യവഹരിക്കുന്നതും ഇടപഴകുന്നതും എല്ലാം വിഷയസ്ഥാനത്ത്, ഓബ്ജക്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നു.
എന്ന് വരുമ്പോൾ ഈ ലോകത്ത് പുറത്തുള്ളത് മുഴുവനും ജഡമാണ്, വിഷയമാണ്, ഓബ്ജക്റ്റാണ്. അതിന് സബ്ജക്റ്റായി ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നോട് പറയണം, നിങ്ങൾ സബ്ജക്റ്റോ ഓബ്ജക്റ്റോ ഒന്ന് പറയും. നിങ്ങൾ വിഷയത്തെ ഗ്രഹിക്കുന്ന വിഷയിയോ അതോ വിഷയം ഗ്രഹിക്കുന്നതായ വിഷയ ഗ്രഹിക്കുന്നതായ വിഷയമോ? വിഷയസ്ഥാനത്ത് നിൽക്കുന്നു. ആ വിഷയം എപ്പോഴെങ്കിലും വിഷയമാകുമോ? വിഷയം വിഷയമാവില്ല. അപ്പൊ നിങ്ങൾ ആത്മാവല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അനാത്മാ എപ്പോഴെങ്കിലും ആവുമോ? ആ ആത്മാവ് കാണുന്നതും കേൾക്കുന്നതുമല്ലേ നിങ്ങളുടെ ശരീരം, ഈ ലോകം. ഈ ലോകം മുഴുവനും അതിലുള്ള കുമിളകളല്ലേ, പൊന്തിക്കിടക്കുന്നതല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആത്മസ്പർശം ഓൾറെഡി ഉണ്ട്. ആത്മാവിനാൽ ഗ്രസിക്കപ്പെട്ടതാണ് നിങ്ങളുടെ വ്യക്തിത്വം. ആ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന പ്രപഞ്ചം അത്രയും ഇതേ ആത്മാവിനാൽ ഗ്രസിക്കപ്പെട്ട് കിടക്കുന്നു. അപ്പൊ ആത്മസ്പർശത്തിന് വേണ്ടി നാം തേടണ്ട, പോകണ്ട, ഒന്നും വേണ്ട. ആ സത്യം അതേപോലെ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, തതോമാം തത്വതോ ജ്ഞാത്വ വിശദേ തദനന്തരം. എന്നെ വേണ്ടതുപോലെ താത്വികമായി മനസ്സിലാക്കി ആ മനസ്സിലാക്കുന്നത് വഴിയാണ് എന്നിൽ ഭക്തൻ പ്രവേശിക്കുന്നത്. അപ്പൊ ഭഗവത് പ്രവേശം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഒരു കോട്ടയുടെ ഉള്ളിലോ അല്ല, ഒരു രാജധാനിയിലോ വൈകുണ്ഠത്തിലോ ഉള്ള പ്രവേശമല്ല. ശരീരം ഇവിടെ വിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ആ പ്രവേശം ജ്ഞാനരൂപത്തിൽ കാര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവേശമാണ്. അങ്ങനെ വരുമ്പോ നമ്മളുടെ ഡയമെൻഷൻ, മാനം മാറണം. നത്വം വിപ്രാതിഗോവർണോ നാശ്രമീനാക്ഷഗോചര അസംഗോസി നിരാകാരോ വിശ്വസാക്ഷി സുഖീ ഭവ. ജനകനോട് അഷ്ടാവക്ര മഹർഷി പറയുകയാണ്, വിശ്വസാക്ഷിയായി തീരണം. ജനക, അങ്ങ് നിങ്ങൾ ദേഹസാക്ഷിയാകരുത്, ഗൃഹസാക്ഷിയാകരുത്. വിശ്വത്തെ മുഴുവൻ കാണുന്ന വിശ്വസാക്ഷിയായിരിക്കുന്ന ആ സാർവജനീനം, വിശ്വവ്യാപകമായിരിക്കുന്ന ഒരു ഡയമെൻഷൻ, ഒരു മാനം, ഒരു പരിമാണം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ മനസ്സിൽ ഇപ്പൊ തന്നെ അതുണ്ട്. ഈ വൃക്ഷങ്ങളെയൊക്കെ കണ്ട് പതിപ്പിക്കുന്ന എൻ്റെ മനസ്സ് ഈ വൃക്ഷത്തിനേക്കാൾ വലുതാവണം. ആകാശത്തിനെ കണ്ട് ആകാശാനുഭവം എനിക്ക് ഉണ്ടാക്കി തരുന്നതുണ്ടല്ലോ, അത് ആകാശത്തേക്കാൾ വലുപ്പമായാലേ പറ്റുള്ളൂ. അപ്പൊ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലെല്ലാം ഉണ്ടാവും. ഞാൻ പലപ്പോഴും അത് വിമർശന രൂപത്തിൽ, വിചാര രൂപത്തിൽ പറയുന്നതാണ്. നമുക്ക് ഈ ക്ഷേത്രങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി, എന്തുണ്ടായി? ആദ്യകാലത്ത് ക്ഷേത്രം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കില്ല. നാം ഒരു യാഗം നടത്തുന്ന സമയത്ത് പോലും ഒരു പറമ്പ് തിരഞ്ഞെടുത്ത് അവിടെ യാഗം നടത്തി അതിനുശേഷം ആ പന്തലിൽ തീ കൊടുത്ത് ആ യാഗഭൂമിയെ തന്നെ മറക്കാറാണ് നമ്മളുള്ളത്. നമ്മുടെ നിഷ്ഠയും നമ്മുടെ ആചാരവും കർമ്മവും എല്ലാം നമ്മുടെ കുടുംബങ്ങളിലായിരുന്നു. ഓരോരുത്തരും ഉപനയനം കഴിച്ച് ഗായത്രി ഉപദേശം മേടിച്ച് അഗ്നിഹോത്രാദികൾ നടത്തി വിശേഷ കർമ്മങ്ങളും നടത്തി വന്നത് അവരവരുടെ ഗൃഹങ്ങളിലായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് ശ്രദ്ധ കുറഞ്ഞു. എല്ലാ ദിവസവും നിഷ്ഠയോടുകൂടി ചെയ്യുന്ന സ്വഭാവം വിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആരാധനാ കേന്ദ്രം ഉണ്ടാക്കി അതിൽ പൂജയും കാര്യങ്ങളും വേണ്ടതുപോലെ നടത്തി ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ വന്ന് തൊഴുതു വന്നോളാം, ചുമതലയൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് മിക്കവാറും ഈ ക്ഷേത്രങ്ങൾ ഉണ്ടായത്. അതൊരു കാര്യം. ഇനി ഒരു കാര്യം, ഈ ഉപനിഷത്തുകൾ പ്രതിപാദിക്കുന്നത് പരമാത്മതത്വമുണ്ടല്ലോ, അത് ബുദ്ധിയുള്ളവർക്കും സൂക്ഷ്മതയുള്ളവർക്കും മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിനും ബുദ്ധിക്കുമുള്ള ഒരു വ്യാപാരമാണ്, അനുധാവനമാണ്, അവർക്കുള്ള ഒരു നിഷ്ഠയാണത്. അപ്പൊ എല്ലാവരും ആ തലത്തിൽ പെടാത്തവർ കൊണ്ട് ആ ഉപനിഷത്ത് സത്യങ്ങളുടെ പ്രയോജനം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് വിചാരിച്ചാണ് പൊതു ആരാധനാ കേന്ദ്രം എന്ന് പറഞ്ഞ് ധർമ്മകേദാരങ്ങളായ ക്ഷേത്രങ്ങൾ ഇവിടെ ഉടലെടുത്തത്. ആ ധർമ്മ കേദാരങ്ങളായ ക്ഷേത്രങ്ങളിലൂടെ നാം പ്രതീക്ഷിക്കുന്നതോ ഉദ്ദേശിക്കുന്നതോ എന്താ എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അവിടെ കൊണ്ടുപോയി തൊഴിയിപ്പിച്ച് നിങ്ങൾക്ക് എപ്പോൾ ഭക്തി മൂർത്തോ ആ വിഗ്രഹത്തെയും ദൈവത്തെയും കണ്ട് കൈകൂപ്പി കണ്ണടയുകയാണ് സാധാരണ പതിവ്. ഭക്തി അങ്ങോട്ട് വന്നാൽ കണ്ണങ്ങോട്ട് അടയായി. കണ്ണടഞ്ഞാൽ പിന്നെ നടക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിലാണ്. കാര്യം ദീപാരാധനയ്ക്ക് നാം തൊഴുന്നുണ്ടെങ്കിലും ഭക്തി അങ്ങോട്ട് മൂത്താൽ കണ്ണടയാതെ നിവൃത്തിയില്ല. അപ്പൊ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താ? പുറത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ ദിവ്യമായ പവിത്രമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്ത് ആ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഉൾസ്പർശം ഭക്തന്മാർക്കുണ്ടാക്കുന്നതാണ് ആവശ്യം. നമ്മുടെ അധ്യാത്മ ജീവിതം മുഴുവനും വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു തീർത്ഥയാത്രയാണ് എന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആ തീർത്ഥയാത്ര ആരാ നടത്തുക? നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. ഭാവശുദ്ധിയുള്ള മനസ്സ്, യുക്തിബദ്ധമായിരിക്കുന്ന ബുദ്ധി, ഇത് രണ്ടും കൂടി തത്വവിചാരം എന്ന് പറയുന്ന സരണിയിലൂടെ വേണം ഈ തീർത്ഥയാത്ര നടത്താൻ.
ബുദ്ധി എങ്ങനെയാ സഞ്ചരിക്കുക? എവിടെയാ സഞ്ചരിക്കുക? ശരീരത്തിന് സഞ്ചരിക്കാൻ ഭൂമി വേണം, ബുദ്ധിക്ക് സഞ്ചരിക്കാനോ തത്വവിചാരം. നമ്മുടെ കേനോപനിഷത്തിലൊക്കെ പറയാറുണ്ട്, കേനേഷിതം പദധി പ്രേഷിതം മനഃ കേന പ്രാണഃ പ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. എന്ത് പ്രവർത്തിപ്പിച്ചിട്ടാണ് നമ്മുടെ കണ്ണും മൂക്കും കാതും പ്രവർത്തിക്കുന്നത്? എന്തിന്റെ പ്രചോദനത്താലാണ് മനസ്സ് ചിന്തിക്കുന്നത്, ബുദ്ധി പ്രവർത്തിക്കുന്നത്? അപ്പൊ പുറമേ ദേവീദേവന്മാരോടുള്ള അന്വേഷണം, ഉപരിദേവതകളെയെല്ലാം വിട്ട് നമ്മുടെ ഉപനിഷത് കർത്താക്കൾ അവനവന്റെ ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും പ്രവർത്തിക്കുന്നതായ ശക്തിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അപ്പോഴാണ് അവർക്ക് മറുപടി കിട്ടിയത്. അതാണ് ഞാൻ പറയുന്നത്, ഭാവശുദ്ധിയുള്ള മനസ്സും യുക്തിബദ്ധമായിരിക്കുന്ന ബുദ്ധി, ഇത് രണ്ടും കൂടിയിട്ടാണ് തത്വവിചാരം, എൻക്വയറി, അന്വേഷണം ഏറ്റെടുത്ത് അതിലൂടെ ഈ തീർത്ഥയാത്ര മുന്നേറുന്നത്. ഈ തീർത്ഥയാത്ര പരിസമാപിക്കുന്നത് എപ്പോഴാ? യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. എവിടുന്നാണോ വാക്ക് പുറപ്പെടുന്നത്, ചിന്ത പുറപ്പെടുന്നത്, ആശയം പുറപ്പെടുന്നത്, പ്രത്യയങ്ങളെല്ലാം രൂപപ്പെടുന്നത്, ആ സ്രോതസ് ഉണ്ടല്ലോ, ആ തുടക്കം, അവിടെ എത്തുമ്പോൾ അന്തരാത്മാവിനെ കാണുമ്പോഴാണ് ഇത് മുഴുവനാവുന്നത്. സാധാരണക്കാരെ എല്ലാം ഇതിലേക്ക് നയിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ പൊതു ദിവ്യ ക്ഷേത്രങ്ങൾ, ദേവസങ്കേതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് അവരെ അടർത്തിക്കൊണ്ടുവന്ന് അവിടെ കർപ്പൂരം, ചന്ദനം, സാമ്പ്രാണി മുതലായിട്ടുള്ള കാര്യങ്ങൾ, മാലയും കീലിയും എല്ലാമായി, നെയ്വിളക്കുമെല്ലാമായി ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് അവർക്ക് ആ ഒരു ദിവ്യബോധം പുറമെ ഒരു ആവരണ രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്ത് പടിപ്പടിയായി ഭക്തിശീലങ്ങൾ വളർത്തി കൊണ്ടുവന്ന് അന്തരാത്മാവിലേക്ക് നയിക്കണം എന്നതാണ് അവരുടെ ഉദ്ദേശം. അവിടെ എത്തി അവസാനം കിട്ടുന്നതോ ആത്മസ്പർശമാണ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ഗൃഹത്തിലും അത് തന്നെയാണ്, ക്ഷേത്രത്തിലും അത് തന്നെയാണ്. ക്ഷേത്ര വിഗ്രഹത്തിനുള്ള ചൈതന്യം പോലും തന്ത്രിമാർ മന്ത്രത്തിലൂടെയും തന്ത്രത്തിലൂടെയും അവരോധിക്കുന്നതാണ്. അത് 10-12 കൊല്ലമേ അവിടെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അതിന് തേയ്മാനം സംഭവിക്കും. സേവിങ്സ് ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത പണം എടുക്കുന്ന പോലെ. അത് കാരണം ഒരു നവീകരണം ആവശ്യമാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ മഹാഭാരതത്തിന് 18 പർവ്വമാണ്, ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായമാണ്. 18 തത്വങ്ങളാണ് നമ്മുടെ ശരീരവും നമ്മുടെ വ്യക്തിത്വവും ലോകവും പ്രതിദാനം ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? എന്താണ് ഈ 18? മഹാഭൂതങ്ങൾ 5, ആ ഭൂതങ്ങളെ കണ്ടു ഗ്രഹിക്കാനുള്ള 5 ഇന്ദ്രിയങ്ങൾ, കണ്ടു ഗ്രഹിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ സ്പർശ രസരൂപ ഗന്ധങ്ങൾ, ഇങ്ങനെ 5, 3, 5, 15 ഈ 15ഉം ഒക്കെ ദേഹത്തിലും ഇന്ദ്രിയങ്ങളിലും ഉള്ളതാണ് ഈ വർത്തമാനം. അത് കഴിഞ്ഞ് മനസ്സിലേക്ക് കിടക്കുമ്പോഴോ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3. ഇങ്ങനെ 15, 3, 18 തത്വങ്ങളാണ് നമുക്കുള്ളത്. ആ തത്വങ്ങളെ താണ്ടി കടന്നാലാണ് ഭഗവാൻ, അന്തരാത്മാ, സൃഷ്ടികേന്ദ്രം, എല്ലാറ്റിൻ്റെയും സ്രോതസ്. ഈ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഇതൊക്കെ പുറമേ ഉള്ളതാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാവുന്നതാണ്. ഉള്ളിലുള്ളത് 3 ഉള്ളൂ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വിട്ട് ഒന്നുമില്ല. അതിൻ്റെയും അപ്പുറത്ത് ചെന്നാലാണ് നമുക്ക് ഈ ആത്മദർശനം ഉണ്ടാവുക. അത് കാരണമാണ് നിങ്ങൾക്കറിയാം, നമ്മുടെ ശബരിമലയിലും ആറന്മുളയിലും അതുപോലെ ചില ക്ഷേത്രങ്ങളിലെല്ലാം 18 പടിയാണ് അവിടെ പ്രധാനം. ആ 18ന് അത്ര വലിയ ശക്തിയും അർത്ഥവുമാണ്. ഹിന്ദുമതത്തിലോ ഹൈന്ദവ സിദ്ധാന്തത്തിലോ എന്തെല്ലാം ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടോ അതിലെല്ലാറ്റിലും നിങ്ങൾക്ക് ശാസ്ത്രീയതയും അനുഭവാത്മകതയും കാണാം. അനുഭവാത്മകമായിരിക്കുന്ന സത്യമേ അവർ പ്രതിപാദിച്ചിട്ടുള്ളൂ. ശ്രീമദ് ഭാഗവതം എടുക്കൂ, മഹാഭാരതം എടുക്കൂ, രാമായണം എടുക്കൂ, എന്തെല്ലാം ഉണ്ടെങ്കിലും അത് രാജാക്കന്മാരുടെയും രാജകുമാരന്മാരുടെയും മഹർഷിമാരുമായിട്ടുള്ള സംവാദമാണ്. തത്വജ്ഞർ, തപസ്വികൾ, ആ തപസ്വികൾ ഒരു ഭാഗത്ത്, ഭരണകർത്താക്കൾ വേറെ ഒരു ഭാഗത്ത്. ഇവര് രണ്ടും കൂടിയിട്ടുള്ള സംവാദമാണ്. അതിൽപ്പെട്ടതാണ് ഈ ജനകനും അഷ്ടാവക്രനും കൂടിയിട്ടുള്ളത്. രാജ്യഭരണത്തോട് എത്രത്തോളം നമ്മുടെ ധർമ്മമൂല്യങ്ങൾക്ക്, കേൾക്കണുണ്ടോ? രാജ്യഭരണത്തോട് എത്രത്തോളം നമ്മുടെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾക്ക് ഇഴുകിയ ബന്ധമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ കഥകൾ മുഴുവനും. എനിക്ക് ആശ്രമത്തിൽ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. ആ എഴുത്തിൽ ഒരു സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
സ്വാമിജി ഗുരുവായൂർ ക്ഷേത്രം അപവിത്രമാക്കാൻ അങ്ങോട്ട് പോകരുതെന്ന്. ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്ഷേത്രം അപവിത്രമാക്കാൻ പോയിട്ടുണ്ടോ? ഞങ്ങൾ പഞ്ചവാദ്യ സേവ നടത്തണം എന്ന് പറഞ്ഞ് പുറപ്പെട്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തായിരുന്നു നമ്മുടെ തപസ്സും ആരാധനയും. ഉള്ളിൽ ചെയ്തത് ഒരു പ്രവൃത്തിയേ ഉള്ളൂ. എന്താ? 67 ആള് കൂടി ഞാൻ കണ്ണു കെട്ടിയിട്ടാണ് ശയന പ്രദക്ഷിണം നടത്തിയത്. ആ പ്രദക്ഷിണം കൊണ്ട് ഗുരുവായൂരപ്പന് തേജസ്സും ചൈതന്യവും അനുഗ്രഹശക്തിയും കൂടിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും ആവശ്യമില്ലല്ലോ. ഒന്നിനും വേണ്ടിയിട്ടല്ലല്ലോ പ്രദക്ഷിണം വെച്ചത്. അങ്ങനെ ആഗ്രഹമില്ലാത്തവർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ദേവചൈതന്യം തന്നെ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്ഷേത്രം എപ്പോഴെങ്കിലും അപവിത്രമാക്കുമോ? അതോ നമ്മുടെ ഈശ്വരൻ എല്ലാറ്റെയും പവിത്രമാക്കി തീർക്കുന്നതോ? ഈശ്വരനെ അപവിത്രത എന്നുള്ളൊരു സങ്കല്പം തന്നെ അബദ്ധജടിലമാണ്. അതും ഒരു കാലത്തും ശരിയല്ല. നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങളെ ഒന്നിനെയും തന്നെ മതപരം എന്ന് പറഞ്ഞ് നിങ്ങൾ അകറ്റി നിർത്തരുത്. ഭഗവത്ഗീത ഒരു ഭരണശാസ്ത്രമാണ്. അഷ്ടാവക്ര സംഹിത ഏറ്റവും വിശേഷപ്പെട്ട രാജ്യഭരണ തന്ത്രജ്ഞൻ ചോദിച്ചു മനസ്സിലാക്കുന്നതാണ് ഒരു മഹർഷിയോട്. രംഗമാകട്ടെ അദ്ദേഹത്തിന്റെ തന്നെ ഭരണത്തിന്റെ രാജധാനിയുടെ ഭാഗമായ വിദ്വത് സദസ്സ്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് മതപരം എന്ന് പറയുക? എനിക്ക് മനസ്സിലാവണില്ല. ഈ അസംഖ്യം ലോകവസ്തുക്കളുണ്ട് ലോകത്തിൽ. ഒന്നിനെയും കണ്ട് നിങ്ങൾക്ക് ക്രമം വിട്ട ഒരു ഭ്രമമോ മോഹമോ ആശയോ തോന്നരുത്. ഇതാണ് അഷ്ടാവക്ര സംഹിതയെ അധിഷ്ഠാനമാക്കി നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഈ ലോകത്തിൽ ആകർഷകമായി അനവധി വസ്തുക്കൾ ഉണ്ടാകാം. പക്ഷേ ഈ ആകർഷകത്വം മുഴുവൻ നമ്മുടെ മനസ്സും ബുദ്ധിയും ആ വസ്തുവിന് പ്രദാനം ചെയ്യുന്നതാണ്. ദാ ഒരു മാല, വളരെ സുന്ദരം, നല്ല നിറം, ഭംഗിയായിട്ട് കെട്ടിയിരിക്കുന്നു. ആ മാലയെ കാണുന്നതാരാ? നമ്മുടെ കണ്ണ്. അത് സുന്ദരമാണെന്ന് നിശ്ചയിക്കുന്നത് ആരാ? നമ്മുടെ ബുദ്ധി. അതേ മാലയെ ഒരു കൊതുവിന്റെ കയ്യിൽ കൊടുത്താൽ അത് എന്ത് ചെയ്യും? ഒന്ന് പറയും നിങ്ങള്. തേനീച്ച അതിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ വളർത്തുമൃഗത്തിനെ കൊണ്ടുവന്ന് ഈ മാല കാണിച്ചു കൊടുത്താൽ അത് എന്ത് ചെയ്യും? കയ്യും കാലും കൊണ്ടും പിച്ചങ്ങട് എറിയും. അപ്പൊ ലോകത്തിൽ സുന്ദര വസ്തുക്കളെ സുന്ദരമാക്കി തീർക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സുമാണ്. ഉള്ളിലുള്ള ചേതനയാണ് സൗന്ദര്യം കൽപ്പിക്കുന്നതും അസൗന്ദര്യം കൽപ്പിക്കുന്നതും. അപ്പൊ ഇതിൽ ഒന്നിനെയും കണ്ട് നിങ്ങൾ ഭ്രമിക്കുകയും മോഹിതരാവുകയും ചെയ്യരുത്. അസംഖ്യം വസ്തുക്കളുണ്ട് ഈ ലോകത്തിൽ. ആ അസംഖ്യം വസ്തുക്കളും എന്തായിത്തീരണു? ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, പിന്നെയും പറയാം. അസംഖ്യമാണ് വസ്തുക്കൾ. സമ്മതിച്ചു. അപ്പ നിങ്ങൾ അനുഭവിക്കുന്ന വേളയിൽ അത് അസംഖ്യമോ വെറും 5? എന്താ മിണ്ടാതെ? കണ്ണിന് കാണാനുള്ളത് കാഴ്ച, നിറം, ചെവിക്ക് കേൾക്കാനുള്ളത് ശബ്ദം, നാവിന് രുചിക്കാനുള്ളത് രസം, മൂക്കിന് മണക്കാനുള്ളത് മണം, വാസന, ത്വക്കിന് തൊടാനുള്ളത് സ്പർശം. ഈ 5ൽ കവിഞ്ഞ ഏതെങ്കിലും ഒരു അനുഭവം ഈ ലോകവസ്തുക്കളെ കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ലോകം 5 അതോ അനന്തമോ? ഒന്ന് പറയുന്നപ്പ. ഐ വാണ്ട് എ ക്ലിയർ വെർഡിക്റ്റ് ഫ്രം ദിസ് ഓഗസ്റ്റ് അസംബ്ലി. നിങ്ങൾ വ്യക്തമായ ഒരു നിർണായകമായ മറുപടി എനിക്ക് തരണം. ഈ ലോകത്തിൽ അസംഖ്യം വസ്തുക്കളുണ്ടോ? ആ അനുഭവാത്മകമായ നമ്മുടെ ജീവിതത്തിൽ അവ വെറും 5? ഇങ്ങനെ ഈ 5 ആക്കി തീർക്കുന്നത് ലോകമോ അതോ നിങ്ങളോ? നിങ്ങളാണ് ഇതിനെ 5 ആക്കി തീർക്കുന്നത്. ഈ 5 എണ്ണം ഇന്ദ്രിയ തലത്തിലാണ്. അത് മനസ്സിൽ പ്രവേശിക്കുമ്പോഴോ 2 മാറുന്നു. സുഖം, ദുഃഖം, അനുകൂലം, പ്രതികൂലം, ഇഷ്ടം, അനിഷ്ടം. അപ്പൊ അസംഖ്യം വസ്തുക്കൾ 5 ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ. ആ ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങൾ 2 മനസ്സിൽ. അതിനെയും ഈ 5 മാച്ച് കടന്നുറങ്ങുമ്പോഴോ അത് 2 നിങ്ങൾ മാത്രമായി. അപ്പൊ പകൽ മുഴുവൻ അധ്വാനിക്കുന്നതും സമ്പർക്കം നടത്തുന്നതും അവസാനം കിടന്നുറങ്ങി താൻ മാത്രമായി തനിക്കൊന്നും വേണ്ടാതെയായി തീരാനാണല്ലോ ഈ ദിനപ്രയത്നങ്ങൾ മുഴുവനും. ഭൂമാനന്ദ സ്വാമിയുടെ മുമ്പിൽ നിങ്ങൾ വാടുന്നുവല്ലേ? വാടണ്ട. എൻലൈറ്റൻഡ് ആയി തീരൂ, പ്രബുദ്ധരായി തീരൂ. നിങ്ങൾക്ക് ആർക്കും ക്ഷീണമുണ്ടാക്കാനല്ല ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യജീവിതത്തിന്റെ മതിപ്പ് മനസ്സിലാക്കാൻ, മനുഷ്യജീവിതത്തിന്റെ ഉദാത്തതയും ഔത്കൃഷ്ടവും മേന്മയും മഹിമയും അതിന്റെ സ്വയം പ്രകാശ സ്വഭാവവും മനസ്സിലാക്കാനായി പറയുന്നത്. ലോകത്തിനെ ലോകമാക്കുന്നത് നാം, 5 നാം, 2 ചുരുക്കുന്നത് നാം, 2 മാറ്റി എനിക്ക് നീ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാത്രമായി കിടന്നുറങ്ങുന്നവനാണ് ഞാൻ.
അപ്പൊ ഈ ലോകം ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എവിടെ എന്ന് നിങ്ങൾ എന്നോട് ഇപ്പ പറയണം. എന്നോട് ഇപ്പ പറയണം. ഈ ലോകം ഉദിക്കുന്നത് എവിടെ? അതിനെ ഉദിപ്പിക്കുന്നത് ആര്? വെളിച്ചാവുമ്പോ നിങ്ങൾ എണീക്കുമ്പോഴാണ് ഈ ലോകം ഉദിക്കുന്നത്. വസ്തുക്കൾ എന്ത് തന്നെയായാലും, ഓബ്ജക്ട്സ് എന്തായാലും അത് സാപേക്ഷികമാണ്. നമ്മളിൽ ആശ്രയിച്ചാണ് വസ്തുക്കൾ നിലനിൽക്കുന്നത്. എന്നാൽ ഞാനാകട്ടെ എല്ലാറ്റിനെയും വിട്ട് ഉറങ്ങുന്ന സമയത്ത് ഒരാളെയും അപേക്ഷിക്കാതെ സ്വന്തമായി ഞാൻ മാത്രമായി കിടന്നുറങ്ങുന്നു. അപ്പൊ ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റും ലോകം എന്ന് പറയുന്ന ഓബ്ജക്റ്റും കൂടി താരതമ്യ പഠനം നടത്തിയാൽ ഈ ലോകം മുഴുവനും സാപേക്ഷികമായി നിൽക്കുന്നതും ഞാൻ സ്വതന്ത്രമായി നിൽക്കുന്നവനുമാണ്. അതുകൊണ്ട് ഈ ഞാൻ ലോകത്തിന് മീതെയോ താഴെയോ? നിങ്ങളെ പ്രേക്ഷകരെ എല്ലാവരെയും ഈ ഉൾദൃഷ്ടിയുടെ തലത്തിലേക്ക്, ആ ദ്രഷ്ടാവിന്റെ തലത്തിലേക്ക് നയിപ്പിക്കുന്നതാണ് എൻ്റെ ഉദ്ദേശം. ഈ ലോകമുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയ്ക്ക് ഞാൻ തയ്യാറില്ല. ഈ ലോകമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ലോകത്തെ അനുഭവിക്കുന്നത് എവിടെയാണെന്നാണ് എൻ്റെ ചോദ്യം. അനുഭവിക്കുന്നത് പുറത്തോ അകത്തോ? ഞങ്ങളുടെ ആശ്രമത്തിൽ ഞാൻ മുക്തി സുധാകരത്തിന് സംസാരിക്കുമ്പോൾ ചിലരെൻ്റെ കൂടെ ഉണ്ടാവും. ഏതെങ്കിലും ഭാഗം തെളിഞ്ഞില്ലെങ്കിൽ തെളിയിക്കാനും, അല്ല വല്ലതും വിഷമമുണ്ടെങ്കിൽ അത് പറയാനൊക്കെ ആയിട്ട്. അപ്പൊ ഒരു തവണ ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഇന്ദിര വിജയകുമാർ എന്നോട് ചോദിച്ചു, സ്വാമിജി എന്താ സ്വാമിജി എങ്ങനെയാ ഈ കാണുന്ന വസ്തുക്കള് ഇല്ല, കനമില്ല, നീളമില്ല എന്ന് പറയണത്? എനിക്കിതിനെ തൊട്ട് മനസ്സിലാക്കി കൂടെ എന്ന്. നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും ഈ ചോദ്യം. പറയണു മറുപടി, ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവങ്ങൾ മുഴുവനും സ്പർശാത്മകമാണ്. മാത്രാസ്പർശാഹ എന്നാണ് കൃഷ്ണൻ ചിത്രീകരിക്കുന്നത്. ജീവിതം മുഴുവൻ മാത്രാസ്പർശങ്ങളാണ്. മാത്ര എന്ന് പറഞ്ഞാൽ മീയന്തേ വിഷയ ആഭിഹി മാത്രാസ്സു യന്തിയാണിതാഹ. എന്തുകൊണ്ട് നാം ഈ ലോകത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നുവോ, കണ്ടുപിടിക്കുന്നുവോ, അളക്കുന്നുവോ, തിട്ടപ്പെടുത്തുന്നുവോ, അതാണ് മാത്ര, അതായത് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയാനുഭവങ്ങളൊക്കെ സ്പർശം കൊണ്ടുണ്ടാവുന്നതാ. ഇപ്പൊ കണ്ണില് എപ്പോഴാ അനുഭവം ഉണ്ടാവുന്നത്? പ്രകാശകിരണങ്ങൾ വസ്തുക്കളിൽ നിന്ന് പ്രതിബിംബിച്ച് ഇങ്ങനെ വന്ന് ഇവിടം വരെ എത്തിയ ദർശനം ഉണ്ടാവുമോ? ആ കോർണിയയിൽ സ്പർശിച്ചാലേ സ്പർശാനുഭവമുള്ളൂ. അതേ സ്പർശം തന്നെയാണ് ത്വക്ക് കൊണ്ടുണ്ടാവുന്നത്. അപ്പൊ കണ്ണുകൊണ്ട് കാണുന്നതും, കൈകൊണ്ട് തൊടുന്നതും, മൂക്കുകൊണ്ട് മണക്കുന്നതും, നാവ് കൊണ്ട് രുചിക്കുന്നതും എല്ലാം തന്നെ സ്പർശമാണ്. സ്പർശമില്ലാത്തൊരനുഭവമില്ല. അപ്പൊ കൈ കൊണ്ട് തൊടുന്നു എന്ന് പറയുന്നതിനാൽ ഒരു സാധനത്തിന് കനം കൂടി, വണ്ണം കൂടി, പൊക്കമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പൊക്കം ആര് നിശ്ചയിക്കുന്നു? വണ്ണം ആര് നിശ്ചയിക്കുന്നു? മിനുസം ആര് നിശ്ചയിക്കുന്നു? ഖരത്വം, ദ്രവത്വം, വാതത്വം ഇതൊക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. അതൊക്കെ സ്പർശാനുഭവങ്ങളാണ്. അപ്പൊ ഞാൻ ഒരു സാധനത്തിനെ തൊട്ടു എന്നുള്ളതും എൻ്റെ മനസ്സിലുള്ള തോന്നലാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, ഒന്നും അറിയാത്ത സമയത്ത് നിങ്ങളുടെ കണ്ണ് പതുക്കെ തുറന്ന് ഒരു പൂവ് കാണിച്ചു തന്ന് അങ്ങനെ എടുത്തു കൊണ്ടുപോയി പിറ്റേ ദിവസം കണ്ടുവോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആ ഉറങ്ങുന്ന സമയത്ത് നല്ല ഒരു പുതപ്പൊരാൾ കൊണ്ടുവന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും കൂടി ഇട്ടങ്ങോട്ട് എടുത്താൽ നിങ്ങൾ അറിയോ? അപ്പൊ അതൊക്കെ അറിയിപ്പിക്കുന്നതും ഉണർത്തുന്നതും നമ്മുടെ മനസ്സാണ്. ഉള്ളനുഭവമല്ലാതെ, ആന്തരാനുഭവമല്ലാതെ ഒന്നും തന്നെ നമുക്കില്ല. ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞ് ഭൂമാനന്ദ സ്വാമി എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിർഭയരായിരിക്കണം. നിങ്ങളുടെ മനസ്സിന് ഒരാശയും ഒരു വസ്തുവും ആശയിലൂടെ തീണ്ടിക്കൂടാ. നിങ്ങൾക്ക് സുഖം വേണം, ഞാനും ആവശ്യപ്പെടുന്നു. ഞാൻ നിങ്ങൾക്ക് അനിരന്തര സുഖമല്ല ആവശ്യപ്പെടുന്നത്, നിരന്തര സുഖമാണ്. എന്നെ സുഖിപ്പിക്കുന്നത് എൻ്റെ മനസ്സാണ്. സന്തോഷം ഇമോഷണലാണ്, വൈകാരികമാണ്. ആ സന്തോഷം ജനിപ്പിക്കുന്നത് മനസ്സാണ്. അത് മക്കളിൽ നിന്ന് വന്നുവോ, പണത്തിൽ നിന്ന് വന്നുവോ, വീടിൽ നിന്ന് വന്നുവോ, സ്വർഗത്തിൽ നിന്നോ, വൈകുണ്ഠത്തിൽ നിന്നോ വന്നുവോ, സുഖം, സന്തോഷം എന്ന് പറയുന്നത് മനോജന്യമാണ്, മനഃസൃഷ്ടമാണ്. ആ മനസ്സ് അമൂല്യമായ ഒരു നിധിയാണ്. ആ നിധിയെ അതേപോലെ മനസ്സിലാക്കി നിങ്ങൾ എന്തു വേണം? ആ മനസ്സിനെ വേണ്ടതുപോലെ മനസ്സിലാക്കി അതെന്നെ വിഷമിപ്പിച്ചു എന്ന് പറയുന്ന ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് നിർത്തി മനസ്സിന്റെ വൈഭവം സ്വയം ഉണരൂ. ഞാൻ പ്രകടമാകുന്നത് മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും ഇന്ദ്രിയലൂടെയും ലോകവസ്തുക്കളിലൂടെയുമാണ്. പുറത്തുള്ള വസ്തുക്കളാണ് നിങ്ങളുടെ അനന്തമാനം വെളിപ്പെടുത്തി തരുന്നത്. എൻ്റെ ഭാഷ മനസ്സിലാകുമോ നിങ്ങൾക്ക്?
ഈ പുറത്തുള്ള വസ്തുക്കളെ കണ്ട് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസസ്, ഇൻഫിനിറ്റ് വെറൈറ്റി എന്ന് പറയാൻ പുറം വസ്തുക്കൾ നമ്മളെ സഹായിക്കുന്നു. ആ ഇൻഫിനിറ്റി നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രത്യയമാണ്. ഇൻഫിനിറ്റി ആരും കണ്ടിട്ടില്ല, പൂജ്യത്തിനെ ആരും കണ്ടിട്ടില്ല. ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാർ പോലും എന്നോട് പറഞ്ഞത് ഞങ്ങൾ ആറ്റത്തിനെ കണ്ടിട്ടില്ല എന്നാ. ഇത് മുഴുവനും മനസ്സിലും ബുദ്ധിയിലും ജനിക്കുന്ന പ്രത്യയങ്ങളാണ് എന്ന് എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കണം. അതാണ് ഞാനിവിടെ പറഞ്ഞത്. എന്ത്? വിശ്വസാക്ഷി സുഖീ ഭവ. നിങ്ങളുടെ ഏഴത്തം, പോഴത്തം, ഭ്രമം, മോഹം, അല്പത്തം ഇതൊക്കെ അങ്ങോട്ട് വിട്ടുകളഞ്ഞ് വിശ്വത്തിനെ മുഴുവൻ നോക്കിക്കാണുന്ന വിശ്വമാനം എൻ്റെ ഉള്ളിൽ പേറി നടക്കുന്ന മഹാസത്വമാണ് ഞാൻ. എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതൊന്നുമില്ല, നേടിയെടുക്കാൻ പറ്റാത്തതൊന്നുമില്ല. become a magnificent performer, a magnificent enjoyer and a magnificent sufferer. സമൂഹത്തിനെ നയിക്കാൻ പുറപ്പെടുന്ന സമയത്ത് നമുക്ക് പല വിധത്തിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും വരും, സഹനശക്തികളെല്ലാം വേണ്ടി വരും. ബസ്സിന്റെ ഫുട്ബോളിൽ നിന്ന് ഞാൻ സംസാരിച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയണത് എന്താ? എൻ്റെ കൂടെ ഒരു 5000-10,000 ആളുകൾ കൂടെ നിൽക്കാൻ ഉണ്ടാവുമോ? എന്നാൽ ഈ ഇന്ത്യയിൽ പല മാറ്റങ്ങളും നമുക്ക് വരുത്താൻ സാധിക്കും. മന്ത്രിമാരോടുകൂടി ഞങ്ങളുടെ FRNE ഒഫീഷ്യൽ സംസാരിച്ചപ്പോൾ പറയുകയാണ്, മന്ത്രി പല മാറ്റങ്ങളും ഞാൻ വരുത്താൻ ഇഷ്ടപ്പെടുന്നു സെൻട്രൽ മന്ത്രി, പക്ഷേ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലയാണ്. ഒരു 100, 1000, 10,000 ആൾ കൂടി ഒരു ആവശ്യം ഉന്നയിക്കൂ, ഉടനെ നമ്മുടെ സർക്കാർ അത് കേൾക്കും, അതനുസരിച്ച് തരും, അത് വകവെച്ച് തരും. നമ്മൾ വീട്ടിൽ കാപ്പി കുടിക്കുമ്പോൾ ഷാഷു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം നടക്കില്ല. ജനാധിപത്യമാണ് ഇവിടെ. ജനങ്ങളുടെ ശബ്ദം കേൾക്കണം. അത് പ്രതിഷേധമാണെങ്കിൽ പ്രതിഷേധം, ആവശ്യമാണെങ്കിൽ ആവശ്യം സമയോചിതമായി നാം ഉയർത്തിയാൽ മാത്രമേ നമ്മുടെ ജനായത്ത് സർക്കാർ പ്രതികരിക്കുള്ളൂ. അതാണ് അതിൻ്റെ ശരിയും. അതിനുള്ള ആൾക്കാർ ഇവിടെ ഇല്ലാത്തതാണ് കുഴപ്പം. നിങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരാ. എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികള്, എൻ്റെ പേരക്കിടാങ്ങള്, അവര് മാത്രം നന്നായിരിക്കണം. ആ പേരക്കിടാങ്ങൾ മുഴുവൻ സമൂഹത്തിന്റെ ഭാഗമാണ്. സമാജമില്ലാതെ വ്യക്തിയില്ല, വ്യക്തിയും സമാജവും ഇല്ലാതെ കുടുംബമില്ല. അതുകൊണ്ട് സമാജം സമാജീയം, രാഷ്ട്രം രാഷ്ട്രീയം, നാഷണൽ, അങ്ങനെ ഒരു സ്നേഹം, ഒരു പ്രതിബദ്ധത നിങ്ങൾക്ക് വേണം. വിശ്വസാക്ഷിയായി വളരേണ്ടവനാണ് മനുഷ്യൻ, ഗൃഹസാക്ഷിയായി ജീവിക്കേണ്ടവനല്ല. ആ വിശ്വസാക്ഷിത്വം എന്നൊരു ബോധം വരുന്നതോടുകൂടി സുഖീ ഭവ. നിങ്ങളുടെ മനസ്സിൽ ഒന്നും ഏശില്ല. ഈ പിൻപ്രിക്സ് മുട്ടുസൂചി കുത്തുകളൊന്നും അവിടെ ഉണ്ടാവില്ല. ഈ ലോകത്തിൽ പലതും നടക്കും, പലതും നടക്കാൻ പോണു, നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാറ്റിനും സാക്ഷിയായി ഒന്നിലും സംഘബുദ്ധിയോടുകൂടി കഷ്ടപ്പെടാതെ എത്രയോ പേര് ജനിച്ചു. ഇവിടെ ജനിച്ചവരെല്ലാവരും മരിച്ചു. മരിച്ചവരുടെ സംഖ്യയാണ് കൂടുതൽ, ജീവിച്ചിരിക്കുന്നവരുടെ സംഖ്യ എപ്പോഴും കുറവാണ്. എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്നതാണ് ഇവിടെ മണ്ണ്. അച്ഛനമ്മമാർ എത്ര കാലം ജീവിക്കും? അവരുടെ അച്ഛനമ്മമാർ എത്ര കാലം ജീവിച്ചു? നമുക്ക് അമ്മയോട് സ്നേഹമുണ്ട്. ആ അമ്മ എത്ര കാലം ഉണ്ടാവും? അതിലും വലിയ ഒരു അമ്മയാണ് നമ്മുടെ മാതൃഭൂമി, ജന്മഭൂമി. ആ ജന്മഭൂമിയാണ് നമുക്ക് സംസ്കാരത്തിനും എല്ലാറ്റിനും നിദാനം. അതാണ് നാം ജന്മഭൂമിയിൽ നിന്ന് പല സ്ഥലത്തിൽ നിന്ന് വെള്ളവും മണ്ണും ഒക്കെ കൊണ്ടുവന്ന് ജനങ്ങളിൽ ഒരു ദേശീയ സ്നേഹവും ഒരു പ്രതിബദ്ധതയും ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടത് വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവത്തിന്റെ പേരിൽ. ഇതേമാതിരി നമുക്കൊരു ഗ്ലോബൽ ആയിട്ടുള്ള ചില മൂവ്മെന്റ് ഒക്കെ നടത്തണം. നമ്മുടെ ഇന്ത്യ രാജ്യം ഏഴയല്ല. അമേരിക്കക്കാർ സമ്മതിച്ചിട്ട് വേണ്ട നമ്മുടെ സംസ്കാരത്തിന്റെ മഹാത്മ്യവും പ്രൗഢിയും നമ്മൾ മനസ്സിലാക്കാനും തുള്ളി ചാടാനും ആനന്ദ നൃത്തം ചെയ്യാനും. അരക്കാശ് കയ്യിലില്ലാതെ ഭഗവാന്റെ പേര് മാത്രം പറഞ്ഞ് നൃത്തം ചെയ്യുന്നവരാണ് ഭാരതീയർ. പണക്കുണ്ടപ്പന്മാർക്ക് ഇങ്ങനെയുള്ള ആനന്ദം കിട്ടില്ല. ആനന്ദം തരുന്നത് ഉള്ളാണ്, ഉള്ളുണർവാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ അന്തരാത്മാവാണ്. അതിനെ കണ്ടുപിടിച്ചവരും അതിൻ്റെ മഹിമയിൽ മകിഴ്ന്ന് നടക്കുന്നവരുമാണ് ഭാരതീയർ. നമുക്ക് പണം കുറയാം, പക്ഷേ നമുക്ക് പ്രൗഢി കുറവില്ല. ഉള്ളഴകിലോ ഉൾവൈഭവത്തിലോ നമുക്ക് ഒരു കുറവുമില്ല. ഇത് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും നിർഭയരായി സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനിനതേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്തയേവാസി സർവദാ. ആത്മസ്പർശമില്ലാത്തവർ ഒരൊറ്റ ആൾ ഈ സദസ്സിന് പുറത്തു പോകരുതെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് വിവരിക്കുന്നത്. ചൊല്ലു. ധർമാധർമ്മൗ സുഖം ദുഃഖം
ധർമ്മോ സുഖം ദുഃഖം മാനസാനി ന തേ വിഭോ മാനസാനി ന തേ വിഭോ ന കർത്താസി ന ഭോക്താസി ന കർത്താസി ന ഭോക്താസി മുക്ത ഏവാസി സർവദാ മുക്ത ഏവാസി സർവദാ. നിങ്ങൾ ഒരാളും വിചാരിക്കരുത് സ്വാമിജി ഒരു അധ്യായം എടുക്കുന്ന അധ്യായത്തിന്റെ പേര് മിണ്ടരുത്. ഇവിടെ ഇതൊരു ആത്മതത്വ സമീക്ഷാ പരമ്പരയാണ്. ഈ കൊല്ലം നടത്തുന്നു. ഞാൻ വിവേക ചൂടാമണി ചർച്ച ചെയ്യുന്നുണ്ട് എവിടെ? ഡൽഹിയില്. കുറെ കൊല്ലങ്ങളായി 300 ചില്ലാനം ശ്ലോകങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ ഈ ആത്മതത്വ സമീക്ഷ എന്ന് പറയുന്ന സമീക്ഷണം ഇവിടെ നടക്കും. അതിന് ഒരു ശ്ലോകമോ അര ശ്ലോകമോ 5ഓ 50ഓ ആവശ്യം പോലെ എടുത്തോളാം. അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും നോക്കരുത്. അല്ലെങ്കിൽ ഞാൻ റോഡി ഇന്ന് തന്നെ 10 എടുത്ത് പറഞ്ഞേക്കാം. എന്താ വേണ്ടേ? ധർമാധർമ്മോ സുഖം ദുഃഖം മാനസാനി ന തേ വിഭോ. നമ്മൾ ധർമ്മം എന്ന് പറയുന്നു, അധർമ്മം എന്ന് പറയുന്നു. പാപമുണ്ട്, പുണ്യമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, പൂർവജന്മം, അപരജന്മം, ഇന്നലെ, ഇന്ന്, പുരുഷൻ, സ്ത്രീ, കർമ്മം, ബന്ധം, മോക്ഷം. എന്തൊക്കെ സങ്കല്പങ്ങളാ! എന്നോട് നിങ്ങളൊന്ന് പറയൂ, ഇങ്ങനെ ഓരോ സാധനങ്ങളുണ്ടോ? ഇതൊക്കെ മനസ്സിലുള്ള ഭാവനയും പ്രത്യയവും സങ്കല്പവുമാണ്. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊപ്രൈറ്റി. ശരി എന്താണ്? നല്ലത് എന്താണ്? ഗുണഭൂയിഷ്ടമായിട്ടുള്ളത് എന്ത്? ഈ പരിഗണനയ്ക്ക് വിധേയമായി നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ഉരുത്തിരിയുന്നതായ ഒരു സങ്കല്പമാണ് എന്ത്? ധർമ്മം. അതിന് വിരോധമായിട്ടുള്ളത് അധർമ്മം. പ്ലസ് മൈനസ് എന്ന് മാത്തമാറ്റിക്സിൽ കണക്കിൽ പറയുന്നില്ലേ? അതുപോലെയാണ് ഇതെല്ലാം തന്നെ. അതുപോലെ സുഖം ദുഃഖം. വിശന്നവന് ഊണ് കഴിക്കുമ്പോൾ പരമസുഖ. വയറ് വീർത്ത് കഴിഞ്ഞാൽ ഒരു കൈയിലും കൂടി പായസം അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് 3 കൈ കൊണ്ട് തടുക്കും. അതേവരെ വിശക്കുമ്പോൾ ഭാഷണം സുഖമായിരുന്നു, വയറ് വീർത്തപ്പോഴോ പിന്നെ വിഷാണത്. അപ്പൊ ഒരേ വസ്തു സുഖപ്രദമല്ല, എപ്പോഴും ദുഃഖപ്രദവുമല്ല. അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ധർമ്മം അധർമ്മം സുഖം ദുഃഖം ഇതെല്ലാം കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങള്? മാനസാനി ന തേ വിഭോ മാനസാനി ന തേ വിഭോ. ഇത് മനസ്സിൽ മാത്രം അധിഷ്ഠിതമാണ്, മനസ്സ് രൂപപ്പെടുത്തുന്നതാണ്. കിടന്നുറങ്ങുന്നവന് സുഖമില്ല, ദുഃഖമില്ല, പാപമില്ല, പുണ്യമില്ല. വീട് തീക്കത്തിയാൽ പോലും വല്ലവരും ഉണർത്തിയില്ലെങ്കിൽ അയാൾ അറിയാൻ പോണില്ല. മനസ്സാണ് ഇതിന് പ്രമാണം. ഈ മനസ്സോ ഉണരുന്ന സമയത്ത് ഉണർന്ന് ഉറങ്ങുന്ന സമയത്ത് ഇല്ലാതെയായി തീരുന്നതാ. 24 മണിക്കൂറിൽ എല്ലാ മണിക്കൂറുകളിലും നിങ്ങൾക്ക് മനസ്സില്ല. ആ മനസ്സിൽ പൊന്തി വരുന്ന കൊമളകളാണ്. ആ കൊമള പൊന്തുന്നു, അത് കഴിഞ്ഞാൽ ഉതരണു, പൊട്ടി തകരണു. അങ്ങനെ സുഖം ദുഃഖം എന്നതും ധർമാധർമ്മങ്ങളും എല്ലാം തന്നെ. പിന്നെയോ ന കർത്താസി ന ഭോക്താസി. നാം ഒന്നിന്റെയും കർത്താവല്ല. ചെയ്യുന്നു. ആര് ചെയ്യുന്നു? കാണുന്നത് കണ്ണ്. നിങ്ങളാണോ കാണുന്നത്? കേൾക്കുന്നത് ചെവി, ചിന്തിക്കുന്നത് മനസ്സ്, ആലോചിക്കുന്നത് ബുദ്ധി, അസർട്ട് ചെയ്യുന്നത് അഹങ്കാരം. ഇതിന്റെ എല്ലാം അപ്പുറത്ത് കിടങ്ങുന്ന ഞാൻ എന്നുള്ള സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പ്രവൃത്തി തുടങ്ങുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഫലം അവിടെ വന്ന് വീഴുന്നുണ്ടോ? എന്താ ഇവരും മിണ്ടാത്തെ? മനസ്സിലാവുന്നുണ്ടോ കൂട്ടരെ? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ബാഹ്യവും സ്ഥൂലവുമായിരിക്കുന്ന ഒരു ആവരണമാണ്. 10 ഇന്ദ്രിയങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു കേന്ദ്രം, അധിഷ്ഠാനം മാത്രമാണ്. ആ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിന് ദിശ നൽകുന്നത് ബുദ്ധി. ആ ബുദ്ധിക്കും കൂടി അപ്പുറത്തുള്ളതാണ് ഞാൻ. അതാണ് നമ്മുടെ കേന്ദ്രബിന്ദു, കേന്ദ്രീയമായിട്ടുള്ള സ്ഥാനം. നാം വായ കൊണ്ട് സംസാരിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു, അഹങ്കാരം കൊണ്ട് ഹം എന്ന് പറയുന്നു. അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ളതായ ഒരു ഞാൻ മേഖലയുണ്ടല്ലോ, ആ ആത്മതലം. അവിടെ ഒരു പ്രവൃത്തിയും ഉദ്ഭവിക്കുന്നില്ല. പ്രവൃത്തിയുടെ ഫലങ്ങൾ, സ്വാധീനങ്ങൾ അവിടെ പതിയുന്നില്ല. അതുകൊണ്ട് ജനക മഹാരാജാവേ അങ്ങ് കർത്താവല്ല. ചെയ്ത ഒരു പ്രവൃത്തിയുടെയും ഫലം അനുഭവിക്കുന്നവരുമല്ല. അനുഭവം ഇന്ദ്രിയങ്ങൾക്കാണ്, മനസ്സിനാണ്, ബുദ്ധിക്കാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കിടന്നുറങ്ങുമ്പോ എന്തെങ്കിലും ഒരു അനുഭവം, പകല് മുഴുവൻ ചെയ്തത് വല്ലതും അവിടെ ബാക്കി നിൽക്കുന്നുണ്ടോ? നിങ്ങൾ കിടന്നുറങ്ങുമ്പോ പടുകള്ളൻ ഉറങ്ങുന്നു, പരമഭൂസുരൻ കിടന്നുറങ്ങുന്നു. രണ്ടുറക്കത്തിനും വല്ല മാറ്റമുണ്ടോ? എന്താ ഒരു മിണ്ടാതെ? ഉണ്ടോപ്പാ? ഉറക്കത്തിന് മുൻപായിരുന്നു അവൻ കള്ളൻ,
ഉറക്കത്തിന് മുമ്പായിരുന്നു ബ്രാഹ്മണൻ. ഉറങ്ങുന്ന സമയത്ത് അവിടെ കള്ളത്തരവുമില്ല, ഭൂസുരത്വവുമില്ല. എല്ലാറ്റിനെയും പൂജ്യം കൊണ്ട് പെരുക്കിയിട്ടുള്ള സംപൂജ്യമായിരിക്കുന്ന ഒരു നിലയാണത്. അങ്ങനത്തെ ഒരു നിലയാണത്. ന കർത്താസി ന ഭോക്താസി. അതുകൊണ്ട് ജനക മഹാരാജാവേ, കഥം മുക്തിർ ഭവിഷ്യതി, മുക്തി എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചില്ലേ? അങ്ങക്ക് മുക്തി ആവശ്യമില്ല. ജന്മനാ മുക്തനാണ് എല്ലാവരും. നമ്മുടെ ഉള്ളിൽ മനസ്സുള്ളതുപോലെ, ബുദ്ധി ഉള്ളതുപോലെ, നമുക്ക് ശരീരമുള്ളതുപോലെ, ഇന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ, ആ മനസ്സിനും ബുദ്ധിക്കും അപ്പുറത്ത് കിടക്കുന്ന ആ ഒരു പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നുണ്ടല്ലോ, നിത്യപ്രകാശം. ആ പ്രകാശം മുക്തയേവാസി സർവദാ. അതെപ്പോഴും നിത്യമുക്തം തന്നെ, നിത്യമുക്തം തന്നെ. അത് വിഷയസ്ഥാനത്ത്, സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് അവിടെ നിൽക്കണു, അവിടെ നിൽക്കണു, അവിടെ നിൽക്കണു. മനസ്സും ബുദ്ധിയും മനസ്സും ബുദ്ധിയും കാട്ടിത്തരുന്ന ലോകവും എല്ലാം തന്നെ വിഷയസ്ഥാനത്താണ്, ഓബ്ജക്റ്റ് സ്ഥാനത്താണ്. ഓബ്ജക്റ്റ് ഒക്കെ ജഡമാണ്, ജഡമാണ്. സബ്ജക്റ്റ് ചേതനാമയമാണ്. ചേതനാമയമായ ആ വിഷയ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അവിടെ ജഡങ്ങൾ ഒന്നും തന്നെ എത്തില്ല. കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ ഐസ് പ്രവേശിക്കുന്നു. അഗ്നി തണുക്കുന്ന കാലമുണ്ടോ? കത്തുന്നതിൽ നാം വെള്ളമൊഴിച്ച് അഗ്നി കെടുത്തി എന്ന് പറയും, അഗ്നി തണുക്കുന്നില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഉൾപ്പൊരുളിന് കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല. അതിനാൽ അത് മുക്തമാണ്, മുക്തമാണ്. ഇത് മനസ്സിലാക്കുന്നതാണ് ജനക മഹാരാജാവേ മുക്തി. അല്ലാതെ മുക്തി കടയിൽ പോയി മേടിക്കുന്നതോ തപസ് ചെയ്ത് സമ്പാദിക്കുന്നതോ അല്ല. സത്യം മനസ്സിലാക്കുന്നതാണ്. ആ മനസ്സിലാക്കുന്നതാണ് ജ്ഞാനരൂപത്തിലുള്ള തപസ്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. കൃഷ്ണൻ അർജുനനോട് പറയാണ്, ജ്ഞാനത്തിന് സദൃശം സമമായിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു പദാർത്ഥമോ ഒരു ശക്തിയോ ഒരു സ്വാധീനമോ ഒരു പ്രഭാവമോ ഇല്ല. ഈ പറഞ്ഞു തരുന്നത് കേൾക്കുന്നത് തന്നെയാണ് വലിയ തപസ്, വലിയ തപസ്. കഥം വിഷയിനം ദൃശ്യം അണുമാത്രം ഹി ബാധയേ അതയേവ സുഖം തിഷ്ഠ ബന്ധമുക്തി വിവർജിത. ഇത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ചില ശ്ലോകങ്ങളാണ്. കഥം വിഷയിനം ദൃശ്യം അണുമാത്രം ഹി ബാധയേ. വിഷയസ്ഥാനത്ത്, സബ്ജക്റ്റ് സ്ഥാനത്ത് നിൽക്കുന്ന ആ ആത്മാവുണ്ടല്ലോ ഞാൻ, അതിനെ ഈ ദൃശ്യം കാണപ്പെടുന്ന വസ്തുക്കൾ ഏതെങ്കിലും അണുമാത്രം ബാധിക്കുമോ? അതുകൊണ്ട് ബാധിക്കില്ല, നിർബാധിതനാണ് ഞാൻ എന്ന് മനസ്സിലാക്കി അതയേവ സുഖം തിഷ്ഠ ബന്ധമുക്തി വിവർജിത. പരമസുഖമായി കഴിയൂ, കഴിയൂ, കഴിയൂ. ബന്ധമുക്തി വിവർജിത. ബന്ധവും മുക്തിയും രണ്ടുമില്ലാത്തവനായി. ബന്ധമില്ല, അതുകൊണ്ട് എനിക്ക് മുക്തി വേണ്ട. ബന്ധം മുക്തി എന്ന് പറയുന്ന ഇരട്ടകൾ രണ്ടും മനസ്സിൽ നിന്ന് കൊഴിഞ്ഞുപോയി നിർമുക്തനായി ജീവിക്കൂ, ജീവിക്കൂ. സ്വച്ഛാകാശവദ്ഭൂത്വ സ്വതന്ത്ര സർവദാചര ചിന്മാത്രോ ജ്ഞാനമാത്രേണ ചിദാകാശരതോ ഭവ. സ്വച്ഛാകാശവദ്ഭൂത്വ. 5 ഭൂതങ്ങളുണ്ട് ഭാഗ്യത്തിന്. അത് ഖരമാണ് ഭൂമി, ദ്രവമാണ് ജലം, വാതമാണ് വായു. അവിടുന്ന് അങ്ങോട്ട് പല വിധത്തിലുള്ള ഊർജങ്ങളാണ് അഗ്നി. ഇതൊക്കെ വിട്ട് ആകാശം, ആകാശം, ആകാശം എന്ന് പറയുന്ന വ്യാപകമായ ഒരു ഭൂതമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉവ്വോ ഉവ്വോ. ആകാശം എന്ന് പറയുന്ന ഒരു ഭൂതമുണ്ട്. ആ ആകാശത്തിന് നിറമില്ല, മണമില്ല, ഗുണമില്ല. ആ ആകാശത്തിലാണ് ഈ 4 ഭൂതങ്ങൾ പരിലസിക്കുന്നത്. ഇതിനെല്ലാറ്റിനും അധിഷ്ഠാനമാണ്. ഈ 4 ഭൂതങ്ങൾ പിറന്നത് ആകാശത്തിൽ നിന്ന് വേണം എന്ന് വേണം പറയാൻ. അങ്ങനെ വരുമ്പോ ഈ 4 എണ്ണത്തിന്റെയും സ്രോതസ്, ഉദ്ഭവം, സോഴ്സാണത്. പക്ഷേ സ്വയം അതിന് കണ്ടാൽ ഒരു മണവും ഗുണവും ഒന്നുമില്ലാത്തതാണ്. ആ ആകാശത്തെ പോലെ സ്വച്ഛ, സ്വച്ഛമായി. ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടായാൽ ഭൂമി തകരും, വെള്ളം കേടുവരും, വായു മലിനമാകും. ഒരു പക്ഷേ ചൂടിന് ചൂട് കുറഞ്ഞു എന്ന് വരാം ചൂടുള്ള വസ്തുക്കൾക്ക്. ആകാശത്തിന് എന്തെങ്കിലും കോട്ടം വരുമോ എന്ന് ഞാൻ ചോദിക്കണു, മറുപടി പറയും. ഉവ്വോ. മാറ്റങ്ങൾ മുഴുവൻ ഈ 4 ഭൂതങ്ങളുടെ ഉള്ളിലാണ്. 5ാം ഭൂതം ആകാശത്തിൽ ഒരു കോട്ടവുമില്ല. ആ ആകാശത്തെ പോലെ ജനക മഹാരാജാവേ, പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും സ്വച്ഛമായിരിക്കൂ. ആകാശത്തെക്കുറിച്ച് ചിന്തിക്കൂ. വീട്ടിൽ നിന്ന് പുറത്തു വരൂ.
തുറന്നിരിക്കുന്ന ആകാശത്തെ ഒരു 15-20 മിനിറ്റ് നേരം നോക്കൂ. ആ ആകാശം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രതിഫലിക്കട്ടെ. നിങ്ങൾ കാണുന്നത് മുഴുവൻ ദുർമരണങ്ങളും ദുർവാർത്തകളും ദുർദൃശ്യങ്ങളുമാണ്. അതിൽ നിന്ന് കണ്ണിനെ ഒന്ന് പുറത്തേക്കെടുത്ത് ശുദ്ധ സരളമായി സ്വച്ഛമായിരിക്കുന്ന ആകാശകോശത്തിലേക്ക് കണ്ണൊന്നങ്ങോട്ട് എറിയൂ. എന്നിട്ട് ആ ആകാശം മുഴുവനും കണ്ണിന്റെ ഉള്ളിലൂടെ നിങ്ങളുടെ ഉള്ളിൽ വ്യാപിക്കട്ടെ. എന്നിട്ട് എന്നോട് പറയൂ, നിങ്ങളുടെ ഉള്ളിന് വിസ്താരം എത്രയുണ്ടെന്ന്. ഈ ആകാശവ്യാപ്തിയെ മുഴുവൻ ഗ്രഹിക്കാൻ നിങ്ങളുടെ മനസ്സിന് സാധിച്ചു, അനുഭവിപ്പിച്ചു തരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ചെറുതോ അതോ വലുതോ? എന്താ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നത്? അപ്പൊ ആ ചെറുപ്പം എന്നുള്ള വിചാരം കളയുവപ്പ, കുഴിച്ചു മൂടൂ എന്നേക്കുമായി. I am no small. I am the greatest of the great. അണോരണീയാൻ മഹതോ മഹീയാൻ. അണോരണീയാൻ മഹതോ മഹീയാൻ. ഒന്ന് പറയൂ കേക്കട്ടെ. അണോരണീയാൻ മഹതോ മഹീയാൻ. അണോരണീയാൻ മഹതോ മഹീയാൻ. അതിസൂക്ഷ്മമാണ്, പഞ്ചഭൂതങ്ങളെക്കാൾ സൂക്ഷ്മമായതുകൊണ്ട് അതിനാൽ തന്നെ അത് അതിമഹത്വമാണ്. സ്വതന്ത്ര സർവദാ സചര. ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കണം. നമുക്ക് അടിമത്തമില്ല. ലോകത്തിന്റെ മുൻപിൽ, വീടിന്റെ മുൻപിൽ നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കാം, നിങ്ങൾ വിവാഹത്തിന് അടിമയല്ല. ദമ്പതികളായിരിക്കാം, ദാമ്പത്യത്തിന് അടിമയല്ല. നാം നമ്മുടെ വൈഭവം കൊണ്ട് നല്ല പോലെ പെരുമാറണു, നല്ല സ്വഭാവം പുലർത്തുന്നു. ഇതൊന്നും അടിമത്തത്തിന്റെ പേരിലല്ല, വിവേകത്തിന്റെ പേരിലാണ്. ചിന്മാത്രോ ജ്ഞാനമാത്രേണ. നിങ്ങൾ ചിന്മാത്രനായിരിക്കൂ. ഈ ശബ്ദം പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്റെ ശ്രോതാക്കൾ പെട്ടെന്ന് മനസ്സിലാക്കും. ചിന്മാത്രനായിരിക്കൂ. നിങ്ങൾ ഉണരുന്ന ഉണർവാണ്, ശുദ്ധബോധമാണ്. ബോധാത്മകനായിരിക്കൂ. ജഡാത്മകമായ ശരീരമാകരുത്, പഞ്ചഭൂതങ്ങളാകരുത്. ജ്ഞാനമാത്രേണ. ഇത് സാധിക്കണമെങ്കിൽ അറിഞ്ഞ് ആലോചിച്ചേ ഇത് പറ്റുള്ളൂ. ചിദാകാശരതോ ഭവ. എപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ചിദാകാശമായിരിക്കണം നിങ്ങളുടെ ആശ, നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ അഭിനിവേശം, അഭിലാഷം, താതാത്മ്യം. ഭൂമിയോടാകരുത് നിങ്ങളുടെ താതാത്മ്യം, ജലത്തിനോടാകരുത്. ആകാശത്തോടുകൂടി ഒരു താതാത്മ്യം പുലർത്തി. Let your identity be lost in the space, so to say. The external space is inert, insentient. The internal space, namely the consciousness, is sentient space. ചിദാകാശരതോ ഭവ. ആത്മാനുഭൂതി എന്ന് സംസ്കൃതത്തിൽ ഞാനൊരു കോമ്പോസിഷൻ എഴുതിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഇവിടെ ലഭ്യമായിരിക്കാം. അതിൽ നിന്നൊരു ശ്ലോകം പറയാം, എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ. ആകാശകോശ പരിജൃംഭിത ഭൂതഭാവാഃ നാകാശതത്വമണുമാത്രമധിക്രമന്തേ ഹൃത്കോശജന്യ ഭവഭാവ വികൽപ്പജാലം ഹൃന്മാത്രരൂപം അണുമാത്രം അതിക്രമേത് കിം. ഇത് മലയാളത്തിലെ ആദ്യം എഴുതിയത്. അതിപ്പോ എന്റെ കയ്യിലില്ല, അറിയില്ല. ഞാൻ എഴുതിയത് കൊണ്ട് എനിക്ക് കാണാപ്പാടം അറിയില്ലല്ലോ. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ. ആകാശകോശ പരിജൃംഭിത ഭൂതഭാവാഃ. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ആകാശത്തിന്റെ ഉള്ളിലാണ്. സമ്മതിച്ചോ? എന്താ മിണ്ടാത്തെ? ഒന്ന് കൈ പൊന്തിക്കാൻ. ശരി. ആ ആകാശം എത്രയുണ്ടെന്ന് പറയാം, കേട്ടോളൂ. ഈ ഗോളങ്ങൾ മുഴുവനും ഒന്നിച്ചു കൂട്ടിച്ചേർത്താൽ എത്രയുണ്ടാവുമെന്നറിയോ നിങ്ങൾക്ക്? 0.19 എന്നിട്ടൊരു 1. അത്രയേ ഉള്ളൂ. വിശ്വകോശത്തിലുള്ള ഗോളങ്ങൾ കൂട്ടിച്ചേർത്താൽ പിന്നെ ഒക്കെ ആകാശ. അപ്പൊ ആകാശത്തിൽ നിന്നല്ലേ ഈ ഗോളങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് അതാതിന്റെ ഭ്രമണപഥത്തിൽ എന്തെല്ലാമോ ഭ്രമിക്കണു. അതിൽ പല വിധത്തിലുള്ള വിസർജനങ്ങളുണ്ട്, പല ഗതിവിഗതികളുമുണ്ട്. ഈ ഗോളങ്ങളുടെ ഗതിവിഗതികൾ കൊണ്ട് എന്തെല്ലാം കീഴ്താളം മറിഞ്ഞാലും ആകാശത്തിന് വല്ല കോട്ടമോ കുറയോ സംഭവിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് ഉറപ്പിച്ചു പറയും. ആകാശത്തിൽ നിന്നുണ്ടായ ഗോളങ്ങളാണ്. ഓരോ ഗോളങ്ങൾക്ക് ഓരോ തരത്തിലുള്ള പ്രോപ്പർട്ടീസ്, കെമിക്കൽ, ഫിസിക്കൽ പലതുമുണ്ട്. ഭൂമിയിലാണ് ജീവജാലങ്ങൾ, സസ്യങ്ങളെല്ലാം. ഇങ്ങനെ പല തരത്തിലുള്ളതും ചിലപ്പോൾ കൂട്ടിമുട്ടിയെന്ന് വരാം, വരാതെയിരിക്കാം. ബ്ലാക്ക് ഹോളിലേക്ക് പോവാതിരിക്കാം. ഇങ്ങനെ എന്തെല്ലാം ചെയ്താലും
ആകാശത്തിന് വല്ല കോട്ടവുമുണ്ടോ? ഈ ആകാശത്തിന് ഈ ഗോളങ്ങൾ അതിക്രമിക്കുമോ? വിൽ ദേ ഓവർ പവർ ഓർ ഓവർവെൻ ആകാശ? ഇല്ലല്ലോ. സമ്മതിച്ചോ? എത്ര സമയം തരണം നിങ്ങൾക്ക്? അത് കഴിഞ്ഞ് ഇനി ഉള്ളിലേക്ക് വരൂ. ഹൃത്കോശജന്യ ഭവഭാവ വികൽപ്പജാലം. ഹൃത്കോശജന്യ ഭവഭാവ വികൽപ്പജാലം. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ, ഹൃദയത്തിൽ, ഹൃദയകോശത്തിൽ, മനസ്ഥലത്തിൽ, ബുദ്ധിതലത്തിൽ എന്തെല്ലാം വൃത്തികളാണ് ജനിക്കുന്നത്. നല്ലതും ചീത്തയുമായി. ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്, പാപമുണ്ട്, പുണ്യമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, അനുഭവമുണ്ട്, അനനുഭവമുണ്ട്, സ്വപ്നമുണ്ട്, ഉറക്കമുണ്ട്, ഉണർച്ചയുണ്ട്. എന്തെല്ലാമോ അവിടെ കിടന്ന് കളിക്കുന്നു. ഈ കളിക്കുന്നത് മുഴുവൻ മനസ്ഥലത്തിലാണ്. ഏതെങ്കിലും ഒരു വികാരത്തിനോ ഒരു ചിന്തയ്ക്കോ ഒരു ആലോചനയ്ക്കോ ഒരു പരിഗണനയ്ക്കോ ഈ ഉൾകോശത്തെ അതിക്രമിക്കാൻ സാധിക്കുമോ? മനസ്സിലായോ? ഏതെങ്കിലും ഒരു ചിന്ത മനസ്സ് വിട്ടു പോകുന്നുണ്ടോ? ചിന്ത എന്ന് പറയുന്നത് ചിന്തിക്കുന്ന മനസ്സിലാണ്. ആ മനസ്സിനെ കീഴടക്കാൻ അതിന് സാധിക്കില്ല. മനസ്സിനെ അതിക്രമിക്കാൻ സാധിക്കില്ല. അവിടെ എന്തെല്ലാം ഭാവങ്ങളോ വികല്പങ്ങളോ ജാലജാലമായി വന്നോട്ടെ. ഹൃന്മാത്ര രൂപം അണുമാത്രം അതിക്രമേത് കിം. ദ്രവ്യാകാശത്തിലുള്ള ആകാശത്തിനെ അതിക്രമിക്കാൻ ദ്രവ്യഗോളങ്ങൾക്ക്, ജഡഗോളങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ചേതനാമയമായിരിക്കുന്ന ആത്മകോശത്തെ അതിക്രമിക്കാൻ ഏതെങ്കിലും ഒരു മനഃസൃഷ്ടിക്കോ ബുദ്ധി സൃഷ്ടിക്കോ സാധിക്കുമോ കൂട്ടരെ? ഇല്ല എന്ന് പറഞ്ഞ് തുള്ളി അങ്ങോട്ട് ചാടേ ചാടേ ചാടേ. എനിക്ക് ഒരു വിധത്തിലുള്ള നാശമുണ്ടാവില്ല, എനിക്ക് കറയേൽക്കില്ല, എനിക്ക് കുറവരില്ല, എനിക്ക് ബാധയില്ല. ഞാൻ ഹൃത്താണ്, ഞാൻ ചേതനാമയനാണ്, ചൈതന്യമൂർത്തിയാണ്. എൻ്റെ ശരീരമാണ് മൂർത്തം, എൻ്റെ ഉൾവ്യക്തിത്വം അമൂർത്തമാണ്. സ്വപ്നത്തിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നു? സ്വപ്നെ യഥാ ശിരച്ഛേദ. തൻ്റെ ശിരസ് വരെ ഛേദിച്ചു എന്ന് നിങ്ങൾ സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ ശിരസ് ഛേദിക്കപ്പെട്ടപ്പോ നിങ്ങളുടെ ശിരസ് പോയോ? പോയില്ലല്ലോ. അതുപോലെ ഈ ലോകത്തിൽ എന്ത് നടന്നാലും അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ദ്രഷ്ടാവിന് ഒരു സ്ഥലത്തുമില്ല, ഒരു കോട്ടവും ഉണ്ടാവില്ല. ശുഗാഷ്ടകം എന്നൊരു അഷ്ടകമുണ്ട്, കേൾക്കണം നിങ്ങള്. ആത്മതത്വ സമീക്ഷയാണ് ഈ രംഗം. മനസ്സിലാക്കൂ, നമ്മുടെ സാഹിത്യനിധി എത്ര ഗാഠമാണ്, അതിന്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. യദ്വന്നദ്യോദധി സമരസൗ സാഗരത്വം ഹ്യവാപ്തൗ തദ്വജ്ജീവാലയ പരിഗതൗ സാമരസ്യൈകഭൂതൗ ഭേദാതീതം പരിലയഗതം സച്ചിദാനന്ദരൂപം നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധിഃ കോ നിഷേധഃ. ഞാൻ പറയട്ടെ? പറയണോ? വലിയ തത്വമാണ് കേട്ടോ. നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധിഃ കോ നിഷേധഃ. ഞാൻ എവിടെയായിരിക്കുന്നത്, ആരോടാ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ എനിക്കറിയാം, ബാക്കിയുള്ളത് നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഈ പറയുന്ന വാക്കുകള് ഉദ്ബോധകമാണ്, വിജ്ഞാപകമാണ്, മനുഷ്യൻ അറിയേണ്ടതാണത്. യദ്വത് നദ്യോദധി സമരസൗ സാഗരത്വം ഹ്യവാപ്തൗ. അനവധി നദികളുണ്ട്, അതിശക്തമായി ഒഴുകുന്നു. പലതിലും പലതരത്തിലുള്ള മലീമസമായ വെള്ളമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് പലതരത്തിലുള്ള വ്യത്യാസങ്ങളോടുകൂടി, പേരോടുകൂടി, നിറങ്ങളോടുകൂടി, ഗുണമൂല്യങ്ങളോടുകൂടി ഒഴുകണം. ഗംഗാജലത്തിനുള്ള വിശേഷം എന്താ? എത്ര കാലം വെച്ചുകൊണ്ടിരുന്നാലും അതിനൊരു കേടുമില്ല. പകുതി വേറെ വെള്ളം ചേർത്താലും അത് കേടുവരില്ല അത്രേ. ബാക്കിയുള്ള നദീജനങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഇല്ല. അങ്ങനെ പല വിധത്തിലുള്ള നദികൾ പല സ്ഥലങ്ങളിൽ നിന്നും, ഉയർച്ചകളിൽ നിന്നും, പർവ്വതങ്ങളിൽ നിന്നും, ശിഖരങ്ങളിൽ നിന്നും ഒഴുകി, പല വഴികളിലൂടെ ഒഴുകി, പല വിധത്തിലുള്ള ഗുണവീര്യങ്ങളെല്ലാം എടുത്തിങ്ങനെ വരണം. പക്ഷേ സാഗരത്വം ഹ്യവാപ്തൗ, അവ എവിടുന്ന് ഉദ്ഭവിച്ചോ ആ സാഗരത്തിൽ ചെന്നങ്ങട് ഇണഞ്ഞാൽ അവിടെ നദീജലം വേറെ സാഗരം വേറെ എന്ന് വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഇല്ല. തദ്വജ്ജീവാലയ പരിഗതൗ സാമരസ്യൈകഭൂതൗ. അനവധി ജീവനുണ്ട്. നമ്മുടെ ശരീരങ്ങളാണ് വ്യത്യാസം. ജീവൻ എന്ന് പറയുന്നത് ഒന്നാണ്. ആ ജീവൻ എന്താണ് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോ നമുക്ക് എന്ത് മനസ്സിലാവണു? ഈ ജീവൻ ഉണർവാണ്. ഇറ്റ് ഈസ് അവെയർനെസ്.
it is sentience, it is consciousness. What is that wonderful consciousness? It is not easy to define at all. I would like to define consciousness as that. I cannot give any description, but I can qualify it and give you a kind of a description which will enable you to understand it somewhat precisely. Adendanadu? Consciousness is that by virtue of which one becomes conscious of everything else as well as himself or herself. നമ്മുടെ ഞാൻ എന്ന് പറയുന്നത് ബോധരൂപമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നെ മനസ്സിലാക്കുന്നതും അതേപോലെ ഞാനല്ലാത്ത മറ്റു വസ്തുക്കളെ മനസ്സിലാക്കുന്നതും. എൻ്റെ ശരീരത്തെ ഞാൻ അറിയുന്നു, മനസ്സിനെ ഞാൻ അറിയുന്നു, ബുദ്ധിയെ ഞാൻ അറിയുന്നു, അഹങ്കാരത്തെ ഞാൻ അറിയുന്നു. എല്ലാറ്റിനെയും അറിയിച്ചു തരുന്ന ഞാൻ എന്നെയും ഞാൻ അറിയുന്നുണ്ട്. അതാണ് കോൺഷ്യസ്നെസ്. ബാക്കിയുള്ളതിനെയും തന്നെയും ഒരുപോലെ ഉദ്ബോധിപ്പിക്കുന്നത്, നമ്മളെ മനസ്സിലാക്കി തരുന്നത്, ഉണർത്തി തരുന്നതാണ് ഉണർവ് എന്നുള്ള വാക്കിനർത്ഥം. ആ ഉണർവാണ് ഇവിടെ. തദ്വജ്ജീവാലയ പരിഗതൗ സാമരസ്യൈകഭൂതൗ. ആ ജീവൻ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് കോൺഷ്യസ്നെസ് ആയി, അത് ഉണർവായി, അത് ബോധമായി. ആ ബോധം എന്നുള്ള നിലയ്ക്കോ സർവത്ര വ്യാപിച്ചു കിടക്കുന്നതാണത്. അപ്പൊ ജീവൻ എന്ന് പറയുന്നത് പരിമിതമായ ബോധ പ്രത്യയമാണ്. ബോധത്തെ പരിമിത രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ അതിന് ജീവൻ എന്നൊരു പേര് പറയുന്നു. ശരീരം ജനിച്ചതിന് ശേഷം മരണപര്യന്തം ദേഹത്തോടുകൂടി വാഴുന്നതാണ് ജീവൻ എന്ന് പറയുന്നു. വാസ്തവത്തിൽ ജീവൻ ദേഹത്തോടുകൂടി ഒരു ബന്ധവുമില്ലാത്തതാണ്. അങ്ങനെ അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോ തദ്വജ്ജീവാലയ പരിഗതൗ, ഈ പുഴ ഒഴുകിച്ചേർന്ന് അതിന്റെ ഉത്പത്തി സ്ഥാനമായ സമുദ്രത്തിൽ ചെല്ലുമ്പോ ആ പുഴ എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ പോയി സമുദ്രത്തിലെ ലവണജലമായി തീരുന്നത് പോലെ ഈ ജീവൻ സമരസമായിരിക്കുന്ന പരമാത്മാ പരമേശ്വരനായി തീരുന്നു. സാമരസ്യൈകഭൂതൗ. ഇത് മനസ്സിലാക്കി ഭേദാതീതം പരിലയഗതം സച്ചിദാനന്ദരൂപം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോപ്പാ? ഭേദാതീതം, സർവവിധത്തിലുള്ള വ്യത്യാസ ഗണനകൾ അത് മുഴുവനും പോയി. ഭേദാതീതം പരിലയഗതം. എവിടുന്നാണോ ഈ ഭേദബുദ്ധി ജനിക്കുന്നത് അവിടെ തന്നെയാണ് ആ ഭേദമെല്ലാം അസ്തമിക്കുന്നത്. എല്ലാറ്റിനെയും കണ്ട അനവധി എന്ന് പറഞ്ഞു. ആ അനവധി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ മനസ്സിലാണല്ലോ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ മനസ്സിൽ പ്രതിഫലിക്കുന്നു. ആ പ്രതിഫലിക്കുന്ന പ്രതിഫലനം അനവധിയാണ്. ഇവിടെ എത്ര ആളുകളുണ്ടോ അത്ര പ്രതിഫലനങ്ങളുണ്ട്. അത്ര പ്രതിഫലനങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഉൾസത്ത ഞാൻ പരിശോധിച്ച് ചെല്ലുമ്പോ എൻ്റെ മനസ്സ് തന്നെയല്ലേ ഇങ്ങനെ പ്രതിഫലിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും മനോമയമല്ലേ എനിക്ക്? എന്താ മിണ്ടാതെ? ആം ഐ ക്ലിയർ? എന്റെ മനസ്സിലുള്ള പ്രതിഫലനങ്ങൾ എന്നുള്ള നിലയ്ക്ക് എല്ലാ അലകളും ഒരേപോലെ സമുദ്രജലം എന്നതുപോലെ എന്റെ മനസ്സ് ചേതനാമയമാണ്. അതിലുള്ള പ്രതിഫലനങ്ങളെല്ലാം ചേതനാതരംഗങ്ങളാണ്. ആ ചേതന എന്ന് മനസ്സിലാക്കുമ്പോ എല്ലാ വ്യത്യാസവും പോയി. ഭേദാതീതം പരിലയഗതം. എന്നിട്ടത് എന്തായിത്തീർന്നു? സച്ചിദാനന്ദരൂപം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് an unbroken, continuous, ceaseless, perpetual existence. It becomes existence absolute. There is no differentiation possible at all. X exists, Y exists, Panchabhutas exist, you also exist, God also exists. All are existence and existence itself, nothing else. Everything becomes existential. There is nothing called non-existential at all. അങ്ങനെ ഒന്നും ഇല്ല. ഭേദാതീതം പരിലയഗതം, ഭേദാതീതം പരിലയഗതം സച്ചിദാനന്ദരൂപം. അതാണ് റിയൽ എക്സിസ്റ്റൻഷ്യൽ. അതാണ് ബ്ലിസ്ഫുൾ, നോട്ട് സുഖ ഓർ ദുഃഖ. ഡിഫറെന്റ് ഫ്രം ബോത്ത്, ട്രാൻസെൻഡ് ബോത്ത്. അങ്ങനെ സച്ചിദാനന്ദ രൂപമായിരിക്കുന്ന ആ നില മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ, വിഭാവനം ചെയ്യാൻ തുടങ്ങിയാൽ, അതോടുകൂടി താദാത്മ്യം നമുക്ക് സംഭവിച്ചു എന്ന് വരികിൽ എന്തുണ്ടാവും? നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധഃ. ഈ ഗുണങ്ങൾക്കെല്ലാം അതീതമായി സഞ്ചരിക്കുന്ന സമയത്ത് കോ വിധി കോ നിഷേധഃ. ശാസ്ത്രങ്ങൾക്ക് എന്താണ് വിധിയോ നിഷേധമോ പറയാനുള്ളത്? Where is the question of prohibition or injunction being relevant to that wonderful
transcendental state of being, in the transcendental perception, where all the object differences vanish totally and the subject alone becomes express and extensive. നമ്മുടെ ഉൾ വ്യക്തിത്വമാണ് ജാഗ്രത അവസ്ഥയിൽ വികസിച്ച് വികസ്വരമായി ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വികസനമാണിത് മുഴുവനും. പുറത്തുനിന്ന് ഒരു സാധനവും നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്നില്ല. മനസ്ഥലത്തിൽ പുറം വസ്തുക്കൾ ഒന്നും തന്നെ കിടക്കാൻ പറ്റില്ല. കടന്നു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിപ്പോവും. നിസ്ത്രൈഗുണ്യേ പഥി വിചരത കോ വിധി കോ നിഷേധ. നാം ഞാൻ, നീ, അവൻ, ഇവൻ, അവൾ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ഞാനുണ്ടോ? ഞാൻ എന്ന് പറയണു. നിങ്ങൾ എന്നെ നോക്കി സ്വാമിജി നിങ്ങൾ എന്ന് പറയും. അപ്പൊ ഞാനോ നിങ്ങളോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അഹങ്കാരം, എവിടെ അഹങ്കാരം? ഇറ്റ്സ് ഓൺലി എ റെഫറൽ പോയിന്റ്. I am I for myself, but you for you. And for the other people, I am a third person, അവൻ or ഇവൻ. ആകാശത്തിൽ നിങ്ങൾ ഒരു കുത്തിട്ടു. ആ കുത്തുകൊണ്ട് കുറെ വൃത്തങ്ങൾ വരച്ചു. ഇങ്ങനെയുള്ളതൊക്കെ ആകാശത്തിൽ സംഭാവ്യമാണോ? എല്ലാവരും മിണ്ടാതെ. ആകാശത്തിൽ ഒരു കുത്തിട്ടു, എന്നിട്ട് വട്ടങ്ങൾ വരഞ്ഞു. അതൊക്കെ അവിടെ ഉണ്ടാവുമോ? വെള്ളത്തിൽ ഇങ്ങനെ എഴുതിയാ അവിടെ ഉണ്ടാവുമോ? അതേമാതിരി ഈ ചിദാകാശത്തിൽ നിങ്ങൾക്ക് ഞാനും നീയും ഇതൊക്കെ അർത്ഥരഹിതമാണ്. ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ ചിദാകാശം, ചിത്പ്രകാശം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വടിവില്ല, നീളമില്ല, വട്ടമില്ല, കനമില്ല, കനം കുറവില്ല, അത് ചുങ്ങില്ല, വീർക്കില്ല. അത് മനസ്സിലാക്കൂ. അങ്ങനെ ഒരു നില നിങ്ങൾക്കുണ്ടെന്ന്. അത് ഉണ്ടാക്കിയിട്ട് വേണ്ട, ഇപ്പൊ തന്നെ ഉണ്ട്. ഈ ഞാനൊരു വസ്തുവല്ല. ഇറ്റ് ഈസ് നോട്ട് എൻ ഓബ്ജെക്ട്, ഇറ്റ് ഈസ് നോട്ട് എ പാർട്ടിക്കിൾ, ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ഇൻ ദ വേ ഓഫ് മെറ്റീരിയാലിറ്റി ഓർ എനർജിയാലിറ്റി. ഇറ്റ് ഈസ് നൈദർ മെറ്റീരിയൽ നോർ എനർജിയൽ. ഇറ്റ് ഈസ് സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. ബീയിങ് സോ, യു ഹാവ് നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഇറ്റ്. All your words and vocabulary are collected, are evolved on the basis of the object perceptions that you have. Understand that you are the subject, not the object. The entire world and universe is hanging around you in the form of an object to be perceived or not to be perceived by you. എന്റെ മുമ്പിലുള്ള ദൃശ്യത്തെ കാണാം, എനിക്ക് കാണാതെയും ഇരിക്കാം. ഈ കണ്ട ആൾക്കാർ മുഴുവൻ സ്വാമിജിയുടെ മുൻപിലുണ്ട്. കണ്ണു തുറന്ന് കണ്ട് ഞാൻ സമ്മതിക്കാം. കണ്ണടച്ചാൽ ഒറ്റ ആളില്ല. So far as my perception of all of you is concerned, it is my perception, my dear souls, it is not yours. സൂര്യൻ ഉദിച്ചാൽ ഞാൻ സൂര്യനെ കണ്ട് ഉദിക്കണമെന്ന് ഞാനാണ് പറയുന്നത്. സൂര്യനെ കാണുന്നില്ല. No object perceives me except one like me. I see the wall, I see the curtain, I see the roof. All these things do not see me at all. ഞാൻ കാണുന്നവനാണ്, ബാക്കിയുള്ളതൊക്കെ കാണപ്പെടുന്നതാണ്. കാഴ്ച മുഴുവൻ എന്നിൽ നിന്ന് കടം മേടിച്ചിട്ട് വേണം. ലോകം എന്നോട് ബെഗ്ഗിയാണ്, ഇറക്കുകയാണ്. സ്വാമിജി ഞാനുണ്ടോ ഒന്ന് കാണൂ, എന്നെ പറ്റി ഒന്ന് പറയൂ. അത് വസ്തുവല്ല. വസ്തുവല്ലാത്തൊരു സാധനം. അതിനാണ് നമ്മുടെ ഭാഷ പ്രത്യയം ഉപലബ്ധി എന്നൊക്കെ പറയുന്നത്. ഉപലബ്ധി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇന്നർ പെർസെപ്ഷൻ. ഇറ്റ് ക്യാൻ ബി എൻ ഐഡിയ, ഇറ്റ് ക്യാൻ ബി എ വാല്യൂ, ഇറ്റ് ക്യാൻ ബി എ പ്രൊപ്പോസിഷൻ. All these are with reference to the mind and the intelligence, nothing else. ഇപ്പൊ നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നു. അങ്ങനെ ഒരു സാധനം കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. പൂജ്യം എന്ന് പറയുന്നു. എവിടെയാണ് നിങ്ങൾ പൂജ്യം കാണിച്ചു തരാൻ പറ്റുക? എന്നാൽ ഇൻഫിനിറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? എന്താണ് ഇൻഫിനിറ്റി എന്നൊരു ഐഡിയ? അതേപോലെ ഉപലബ്ധി മാത്രം, അനുഭവസിദ്ധമാണത്. ഞാൻ എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾക്ക് നരകം സ്വർഗം എന്നൊക്കെയുള്ള ഐഡിയ ഉണ്ട്. ഇതൊക്കെ ഐഡിയ മാത്രമാണ്. നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു നരകം കാത്തിരിക്കണു, സ്വർഗം കാത്തിരിക്കണമെന്ന്. കൃഷ്ണൻ ഉദ്ധവനോട് പറയുകയാണ് ഏകാദശ സ്കന്ധത്തിൽ, എന്താണ് ഈ നരകം എന്ന് ചോദിക്കുമ്പോ നരകസ്തമ ഉന്നാഹോ സ്വർഗ സത്വഗുണോദയ. തമോ ഗുണം വർദ്ധിച്ചാൽ നരകമായി. നിങ്ങൾ തന്നെയാണ് നരകം ഉണ്ടാക്കുന്നത്.
അതേ ആൾക്ക് സത്വഗുണം വർദ്ധിച്ചാൽ കാണുന്നത് മുഴുവൻ സ്വർഗമായി. സമ്പൂർണം ജഗദേവനന്ദനവനം സർവേപി കൽപദ്രുമാഃ ഗാംഗം വാരി സമസ്തവാരിനിവഹാഃ പുണ്യാഃ സമസ്താഃ ക്രിയാഃ വാചപ്രാകൃത സംസ്കൃതാഃ ശ്രുതിശിരോ വാരാണസീമേദിനി സർവാവസ്ഥിതിരസ്യ വസ്തുവിഷയാ ദൃഷ്ടേ പരബ്രഹ്മണി. ആ പൂർണ്ണ ദർശനം വിവരിക്കുന്ന ഒരു ശ്ലോകമാണ്. സമ്പൂർണം ജഗദേവനന്ദനവനം. ഈ ജഗത്ത് മുഴുവനും നന്ദനവനം പോലെ ഭാസമാനമായിരിക്കും, ഭാസുരമായിരിക്കും. ദൃഷ്ടേ പരബ്രഹ്മണി. ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പൊ സമയമില്ല. ആ പരമസത്യത്തെ നിങ്ങൾ വീക്ഷിച്ചു എന്നുണ്ടെങ്കിൽ കാണുന്നത് മുഴുവൻ ഗംഗ, സർവദിക്കും സ്വർഗീയം, ഒക്കെ സുഖമയം. നിങ്ങൾ സുഖരൂപിയായാൽ കാണുന്നത് മുഴുവൻ സുഖമയമാണ്. പൂർണ്ണേ മനസി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി. മനസ്സ് പൂർണ്ണമായാൽ ജഗത്ത് മുഴുവനും സുധ അമൃത് കൊണ്ട് നിറഞ്ഞിരിക്കും. നിങ്ങളുടെ മനസ്സ് നിറയ്ക്കിനപ്പ, മനസ്സ് നിറയ്ക്കും. അതാണ് അഷ്ടാവക്ര സംഹിതയുടെ ആ സന്ദേശം. ഒരിക്കലും ഈ ലോകത്തിൽ നിന്ന് നമ്മളിലേക്ക് വരരുത്, നമ്മിൽ നിന്ന് ലോകത്തിലേക്ക് പോകണം. ഞാൻ ഉണരുമ്പോഴാണ് ലോകമുണ്ടാക്കുന്നത്. ഞാൻ ഉറങ്ങുമ്പോൾ അതേ ലോകത്തെ മാച്ചു കളയുന്നു. അങ്ങനെ ലോകത്തെ മായ്ക്കാനും വരയ്ക്കാനും മായ്ക്കാനും വരയ്ക്കാനും ഞാൻ എന്തിനാ ഈ സ്വരത്തിൽ പറയണേന്നറിയോ? നിങ്ങൾക്കൊക്കെ ഉശിര് കൂട്ടാൻ. ഊച്ചാളികളാണ് നമ്മൾ. രാജ്യസ്നേഹമില്ല, നിയമബദ്ധത ഇല്ല, സമാജസ്നേഹമില്ല. തോറ്റു ഞാൻ ഈ ഇന്ത്യക്കാരെ കണ്ട്. എന്നാൽ എനിക്ക് അവരെ വലിയ സ്നേഹമാണ്. പല ദോഷങ്ങളും അവർക്ക് ഉണ്ടാവാം, പക്ഷേ ഐ ഓൺ ദം സ്ക്വയർലി ആൻഡ് ഫുള്ളി. എവിടെ പോയാലും വൃത്തിയില്ല, വെടുപ്പുമില്ല. പലരും വന്നു കഴിഞ്ഞാൽ എല്ലാ സമയത്തും പറയുന്നത് എല്ലാവരും ഇരുന്ന് ഊണ് കഴിക്കുമ്പോൾ വർത്തമാനം പറയും, ചപ്പ ചുപ്പ എന്ന് തുപ്പ അടുത്തുള്ളവരെ മേല് വരെ പോകും. ഒരു ഡീസൻസി ഇല്ലാത്തത് എന്താണ്ട? നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കൂ, പുറത്തു പോയി ഒന്ന് നോക്കൂ. 2 വയസ്സായ കുട്ടിയെ ടേബിളിൽ ഇരുത്തി ഒരു സ്പൂൺ കൊടുത്ത് അവർ ഊണ് കഴിക്കാൻ പഠിപ്പിക്കും. ഒറ്റ പുറത്തു പോകരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഈ വെസ്റ്റേൺ പീപ്പിൾ. ഈ ഇന്ത്യക്കാരുടെ സംസ്കാരം ഒരു ഭാഗത്ത് അത്യുത്തുംഗമാണ്. അതേ സമയത്ത് അവരുടെ സാധാരണ പെരുമാറ്റമുണ്ടല്ലോ, ആബ്സല്യൂട്ട്ലി റിഫ്രാഫ്. എനിക്കിത് കണ്ടിട്ട്, ഞാൻ പല സ്ഥലത്തും പോകുന്നവനാണ്, എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്. ഞാൻ ഒരുമാതിരി എല്ലാ സംസ്ഥാനങ്ങളിലും പോയി വരുന്നവനാണ്. കൂടുതലും ഞാൻ ഇംഗ്ലീഷിലാണല്ലോ സംസാരിക്കുക, പിന്നെ ഹിന്ദിയിലോ തമിഴിലോ ഒക്കെ സംസാരിക്കും. അപ്പൊ നമുക്കൊരു സ്നേഹമൊക്കെ ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും നിർഭയരായിരിക്കൂ. ഏഴയാണെന്ന് വിചാരിക്കരുത്. പണം കുറവുണ്ടാവാം, കുടുംബ ബന്ധങ്ങൾ ചിലപ്പോൾ വിഷമത്തിലായി എന്ന് വരാം. എന്തു തന്നെ വന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ആത്മനിധിയുണ്ടപ്പാ. ആത്മനിധി അത് മങ്ങില്ല, അതിന് ഗ്രഹണമില്ല, അത് കുറയില്ല, അതിന് കറയില്ല. ആ ആത്മവൈഭവത്തോടു കൂടി പൂർണ്ണ മനസ്കരായി, ആശയ തെളിച്ചത്തോടു കൂടി, ധീരചിത്തരായി, സ്ഥൈര്യത്തോടുകൂടി വാഴൂ. ഈ ലോകത്തിനെ അലങ്കരിക്കൂ. നമ്മുടെ രാജ്യത്തെ സുഭഗമാക്കാൻ, സുന്ദരമാക്കാൻ, ഭദ്രമാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം. പണം നമുക്ക് വരാം, പോകാം, പോട്ടെ, വരട്ടെ, വിരോധമില്ല. പക്ഷേ നമ്മുടെ ഉള്ളുകൊണ്ട് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവരുത്. ചിത്ത ദാരിദ്ര്യം നമുക്ക് പാടില്ല, ഹൃദയ ദാരിദ്ര്യം നമുക്ക് പാടില്ല. അഖില ജീവ വാത്സല്യമാണ് നമ്മുടെ മുദ്രാവാക്യം. അഖില ജീവ വത്സലാഹ എന്നുള്ള ശബ്ദം കൃഷ്ണനാണ് ഉപയോഗിക്കുന്നത് ഉദ്ധവനോട് സംസാരിക്കുമ്പോൾ. ആ വാത്സല്യത്തോടു കൂടി കുടുംബത്തിന് എന്ന പോലെ സമാജത്തിനും ലോകത്തിനും അലങ്കാരമായി വാഴൂ. ആ വാഴാനുള്ള ഒരു നിധി, ആ വാഴാനുള്ള ഒരു വൈഭവമാണ് ഞാൻ ഈ ആത്മതത്വ സമീക്ഷയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ പരിശ്രമിക്കുന്നു. ഗീതാതത്വ സമീക്ഷ, കൃഷ്ണൻ, അർജുനൻ എല്ലാവരും കേൾക്കുന്ന ശബ്ദങ്ങളാണ്, ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞാൽ ഒരു ആത്മതത്വ സമീക്ഷ, അതും അഷ്ടാവക്ര സംഹിത എടുത്താൽ നമ്മുടെ തൃശ്ശൂർ നഗരവാസികളും പരിസരവാസികളും എങ്ങനെ പ്രതികരിക്കും എന്ന് സംശയിച്ചില്ലെങ്കിലും ഒരു ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു. 18 കൊല്ലായല്ലോ ഈ സ്വാമിജി നിങ്ങളോട് സംസാരിക്കും. ആ 18 കൊല്ലത്തെ തയ്യാറെടുപ്പിന്റെ പിന്നിൽ ആ സ്വാമിജി സംസാരിക്കുമ്പോൾ സ്നേഹത്തോടും
സ്നേഹമസൃതയോടുകൂടി ജനങ്ങൾ വരും എന്നൊരു ബോധ്യമുണ്ടെങ്കിലും അവർക്ക് പറ്റുമോ അത് ഗ്രഹിക്കാൻ? എങ്ങനെയായിരിക്കുന്നു തോന്നി? ആ ഉത്കണ്ഠയൊക്കെ മാറി, സംശയമൊക്കെ മാറി. മുൻകാലത്തുള്ളതിനേക്കാൾ സദസ്സ് കൂടുതൽ കൊഴുത്തിരിക്കുന്നു. പലരും എന്നോട് പറഞ്ഞു, സംസ്കാര സമ്പന്നർ, വളരെ ശ്രദ്ധയോടുകൂടി ഭദ്രമായി കേൾക്കുന്നു സ്വാമിജി, വളരെ നന്നായി. നിങ്ങൾ എല്ലാ വിധത്തിലും പരിചയമില്ലാത്തവരാണെങ്കിലും ഈ പുതിയ ആത്മതത്വ സമീക്ഷാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും, അനുഭാവം പ്രകടിപ്പിച്ചവരെല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കണം, ആശ്ലേഷിക്കണം. നമ്മുടെ ശരീരം ഇനി ജീവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടുന്ന് 8 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത്. ഞങ്ങൾക്കിവിടെ വരാനും സംസാരിക്കാനും ഒരു പ്രത്യേക സൗകര്യങ്ങളൊന്നും വേണ്ട. ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ മതി. ഞങ്ങളെ വിളിച്ചു കൊണ്ടുവരൊന്നും വേണ്ട. ഞാനിവിടെ വന്ന് ഈ ആത്മതത്വ സമീക്ഷ ഇനിയും തുടർച്ചയായിട്ട് എടുക്കാം, സാധിക്കുന്നിടത്തോളം കാലം. എൻ്റെ ശരീരം സമ്മതിക്കണം, തൊണ്ട സമ്മതിക്കണം, എല്ലാം വേണം. അത് സാധിക്കട്ടെ. നിങ്ങളെ ഞാൻ മനസ്സാ എല്ലാവരെയും ആലിംഗനം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ, കുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാവട്ടെ. അവർക്കെല്ലാവർക്കും കുടുംബസ്നേഹം വേണം, സമാജ സ്നേഹം വേണം, രാജ്യസ്നേഹം വേണം. ഓരോ കുട്ടിയും നമ്മുടെ രാജ്യത്തിന് എന്താ പ്രൊഡക്ടിവിറ്റി, ഹിസ് കോൺട്രിബ്യൂഷൻ ഇൻ ദ വേ ഓഫ് എ ഹെൽത്തി ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ടിവിറ്റി. ഉത്പന്നങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ വിലയും നിലയും മതിപ്പും രാഷ്ട്രങ്ങളിലൊന്ന് ഉയർന്നു വരട്ടെ. അടുത്ത കാലത്ത് അന്വേഷിച്ചപ്പോൾ കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യ രാജ്യം 93-ാമത്തേതായിരിക്കുന്നു. എനിക്ക് നാണാവുന്നു, ഉറങ്ങാൻ പറ്റണില്ലേ. നമ്മൾക്കിതില്ലാത്ത ഒരു ജീവിതമായിക്കൂടെയപ്പാ. ഇതിനേക്കാൾ എത്രയോ താഴ്ന്ന തടവലിൽ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ നമുക്ക് മീതിയ. നമ്മൾ 93-ാമത്തേതാ. കറപ്ഷൻ, അഴിമതി. നാണാവില്ലേ? ഈ അഴിമതിക്കാരെ മുഴുവൻ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പെറ്റ് വളർത്തി അമ്മിഞ്ഞ കൊടുത്ത് വന്നവരാണ്. നമ്മുടെ മന്ത്രിമാരും IAS ഓഫീസർമാരും എല്ലാവരും തന്നെ. അപ്പൊ അവര് കട്ടൂന്ന് നിങ്ങൾ പറയരുത്. കക്കാനുള്ള ബുദ്ധി നിങ്ങൾ പകർന്നു കൊടുത്തു എന്ന് പറയണം. നിങ്ങളുടെ മനസ്സ് ഉരുകട്ടെ. എനിക്ക് നല്ല കുട്ടി ജനിക്കണം, നിങ്ങളുടെ കുടുംബത്തിൽ നല്ല കുട്ടി ജനിക്കണം. ആ കുട്ടി എവിടെ ആയാലും അഴിമതിക്ക് വിധേയനാവരുത് എന്നിങ്ങനെ ബുദ്ധിയോടുകൂടി തപസ് ചെയ്ത്, ആ ക്ഷേത്രമുണ്ട്, പല സങ്കേതങ്ങളുമുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിക്കൂ, തപസ് ചെയ്യൂ. അങ്ങനെ നല്ല കുട്ടികളുണ്ടായി നമുക്കൊരു നവീന ഭാരതം കെട്ടിപ്പടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ചുമതല നിങ്ങളിൽ എല്ലാവരും നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഉപസംഹരിക്കട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എന്താ ഇത് കേൾക്കാൻ ഇനി നൈമിഷാരണത്തിലേക്ക് പോകണോ? ഞാൻ നിങ്ങളുടെ കൊരലടപ്പനൊന്നുമില്ലല്ലോ. എല്ലാവരും കൂടി പറയും, ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. എല്ലാവരും പറഞ്ഞോ? ശബ്ദം എനിക്ക് കേൾക്കണില്ലല്ലോ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. ഒരുവിധം ഞെക്കി പിഴിഞ്ഞങ്ങോട്ട് ശരിയായി. പോരാ. ശരി. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം, സംവിത്പദം നിരുപമം കലനാവിഹീനം, അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം, തദ്ദൈവമേവ മമ സർവമഹം തദേവ. പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം, പ്രസന്നം സദാ നിത്യബോധസ്വരൂപം, പരം നിശ്ചലം നിർഗുണം സർവരൂപം, ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഹരി. എല്ലാവർക്കും കൂടി ഓങ്കാരം ജപിച്ച് പിരിയാം. ഓ ഹരി ഓം. ജയഗുരു. എല്ലാവരും സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് സാഫല്യ പ്രതീതിയോടുകൂടിയിരിക്കൂ. ഇതിന് നിങ്ങൾക്ക് വേറെ ഒരു സാധനവും വേണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സ്, ബുദ്ധി
അവയുടെ തന്നെ അസൽ സ്വരൂപമായിരിക്കുന്ന ശുദ്ധ ചൈതന്യം പരമാത്മ അത് മാത്രമേ വേണ്ടൂ. മനസ്സിനെ നിങ്ങൾ കുറ്റം പറയരുത്, ദുഷിക്കരുത്, അത് ഓടി ചാടി പല വിധത്തിലുള്ള വിചാരങ്ങൾ വരുത്തി എന്നൊന്നും പറയരുത്. മനസ്സ് തന്നെ. അത് ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും തീ എങ്ങനെ കത്തിയാലും എന്ത് നിറത്തിൽ കത്തിയാലും അത് ചൂട് തന്നെയാണ്. അതുപോലെ ഒരു മാറ്റവും അതിന് വരണില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ധാരണയെ കൂടുതൽ സൂക്ഷ്മമായി പുതുക്കി വസ്തുനിഷ്ഠമാക്കി സമാധാനിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഹരി ഓം തത്സത്.